ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വാഗീശാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദധാന ഹസ്തേനൈകേന പദ്മം സിതമഭിജശുഗം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവദേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകേർമുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വൻ രാമകഥാനാദം കോ നയാതി പരാംഗതിം. യഃ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാജേദസമകൽമഷം. ഗോഷ്പദീകൃതവാരാശിം വശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം ജനകാത്മജായാഃ ആദായ തേനൈവ ദദാഹ ലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യഃ കർണാഞ്ജലി സംബുഡൈരഹരഃ സമ്യക് പിബത്യാദരാദ വാൽമീകേർവദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു. ജന്മവ്യാധിജരാവിപത്തിമരണൈഃ അത്യന്തസോപദ്രവം സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോഃ പദം ശാശ്വതം. തദുപഗത സമാസ സന്ധിയോഗം സമമധുരോപനദാർത്തവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശശിരസശ്ച വധം നിശാമയധ്വം. വാൽമീകിഗിരിസംഭൂത രാമസാഗരഗാമിനി പുനാതിഭുവനം പുണ്യാ രാമായണ മഹാനദി. ശ്ലോകസാരജലാകീർണം സർഗകല്ലോലസങ്കുലം കാണ്ഡഗ്രാഹമഹാമീനം വന്ദേ രാമായണാർണവം. വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദഃ പ്രാജേദസാദാസീദ സാക്ഷാത് രാമായണാത്മനാ. വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ
വീരാസനെ സുസ്ഥിതം അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതഃ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോഃ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട്ടാരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യഃ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഫാൻ എങ്ങോട്ടോ പോയി. ആള് വരുന്നുണ്ട് പുറകിൽ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. രാമായണ മാസം 23-ാം ദിവസത്തേക്ക് ഏവർക്കും സുസ്വാഗതം. വാൽമീകി രാമായണം ആരണ്യകാണ്ഡമാണ് നമ്മൾ ഈ വർഷം ഈ 31 ദിവസം ഇവിടെ കാണുന്നത്. അരണ്യകാണ്ഡം 75 സർഗങ്ങളുള്ള ഒരു കാണ്ഡമാണ്. അതിൽ 55 സർഗങ്ങൾ കഴിഞ്ഞു. ഇനി 20 സർഗങ്ങളാണുള്ളത്. നമ്മളിപ്പോൾ 56-ാം സർഗത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുന്നു. ഇന്നലെ 3 സർഗങ്ങളാണ് കണ്ടത്. 3 സർഗങ്ങളിലും കൂടെ സീതയെ രാവണൻ അപഹരിച്ച് കൊണ്ടുവരുന്ന ഇതായിരുന്നു നമ്മൾ മിനിഞ്ഞാന്ന് കണ്ടുകൊണ്ടിരുന്നത്. ജടായുവിനെ വധിച്ച് സീതയെ ആകാശമാർഗത്തിലൂടെ തൻ്റെ മടിയോട് ചേർത്ത് പിടിച്ചാണ് രാവണൻ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ വാഹനമൊന്നുമില്ല. രഥത്തെയെല്ലാം ജടായു പൊടിച്ചു കളഞ്ഞു. അപ്പൊ രഥമില്ലാതെ മായാശക്തി കൊണ്ട് അന്തരീക്ഷത്തിലൂടെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവനാണ് രാവണൻ. അങ്ങനെ സീതയും കൊണ്ട് പോരുമ്പോൾ സീതയുടെ പല ആഭരണങ്ങളും കയ്യിൽ നിന്ന് ആ കൊതറുന്ന സമയത്ത് വീണുപോയി. എങ്കിലും കുറച്ചൊക്കെ ബാക്കിയുണ്ടായിരുന്നത് ആ സീതാദേവി ഋഷ്യമൂകാചലം എന്ന ആ പ്രദേശത്തുകൂടെ കിഷ്കിന്ധയുടെ അടുത്തുള്ള ആ പർവ്വതം പമ്പാ സരസിന്റെ അടുത്തുള്ളതായിട്ടുള്ള ഋഷ്യമൂകാചലം, അതിന്റെ മുകളിലൂടെ പറന്ന് പോകുമ്പോൾ താഴെ ഒരു 5 വാനരന്മാർ ആ പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ സീതാദേവി തന്റെ ഉത്തരീയ കഷ്ണം കൊണ്ട്
ഈ ആഭരണങ്ങളെ പൊതിഞ്ഞ് ഈ വാനരന്മാരുടെ മധ്യത്തിലേക്ക് അതിനെ ഇട്ടു എന്ന് പറഞ്ഞു. ശ്രീരാമൻ കാണാൻ ഇടവരട്ടെ, ഞാൻ ഈ വഴിക്കാ പോയത്, തെക്കോട്ടേക്കാണ് പോയിരിക്കുന്നത് എന്ന് രാമന് അറിയാൻ വേണ്ടി അടയാളമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ വാനരന്മാരുടെ നടുവിലേക്കാണ് ആഭരണങ്ങൾ ഇട്ടത്. അങ്ങനെ രാവണൻ സീതയും കൊണ്ട് പമ്പ കടന്നു. പമ്പ കടന്നു കഴിഞ്ഞാൽ പേടിയില്ല എന്നാണ് രാവണന്റെ ഒരു ചിന്ത. അങ്ങനെ പമ്പ കടന്ന് പിന്നീട് സമുദ്രവും കടന്ന് സമുദ്രത്തിന്റെ മുകളിലൂടെ പറന്ന് ലങ്കയിലേക്ക് എത്തി. ലങ്കയിൽ അനേക എന്താ പറയുക മുറികളുള്ളതായിട്ടുള്ള തന്റെ കൊട്ടാരത്തിൽ അന്തഃപുരത്തിലേക്ക് കൊണ്ട് അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അന്തഃപുരത്തിലേക്ക് സീതയെ ആദ്യം കൊണ്ടുപോയി വയ്ക്കുന്നു. എന്നിട്ട് അവിടെയുള്ള രാക്ഷസ സ്ത്രീകളോട് ആജ്ഞാപിക്കുന്നു, ഇവളെ നോക്കിക്കൊള്ളണം. ഞാൻ അറിയാതെ എന്റെ സമ്മതം കൂടാതെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഇവളെ വന്ന് കണ്ടുപോകരുത്, ആരും കാണാൻ ഇടവരരുത്. അതുപോലെ ഇവളെന്ത് ചോദിച്ചാലും കൊടുത്തോളണം. അത് സ്വർണമാവട്ടെ, രത്നമാവട്ടെ, മുത്തുമാലകളാകട്ടെ, വസ്ത്രങ്ങളാകട്ടെ, ഏത് വിശേഷപ്പെട്ട വസ്തു ഇവൾ ചോദിച്ചാലും കൊടുക്കണം. ഇവളെ ആരും ഒരു ചീത്ത വാക്ക് പറഞ്ഞ് വേദനിപ്പിക്കരുത്. അങ്ങനെ ഉണ്ടായാൽ അവർക്ക് മരണം ഉറപ്പാണ്. ആരാണോ സീതയെ വേദനിപ്പിക്കുന്നത് വാക്കുകളെ കൊണ്ട് അവർക്ക് മരണത്തിൽ ഭയമില്ല എന്ന് ഞാൻ കരുതും എന്നൊക്കെ പറഞ്ഞ് ശാസിച്ച് ഏർപ്പാടാക്കി. അതിനുശേഷം പുറത്തേക്ക് വന്ന് ഒരു 8 ഗംഭീരന്മാരായിട്ടുള്ള ശക്തന്മാരായിട്ടുള്ള രാക്ഷസന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാ ആയുധങ്ങളും എടുത്ത് ആ ഗരൻ ഉണ്ടായിരുന്ന പഞ്ചവടിയിലെ ജനസ്ഥാനം എന്ന് പറയുന്ന ആ ദേശത്ത് പോയി അവിടുത്തെ ഗരൻ നശിച്ചു. ഗരന്റെ ആ പുരമെല്ലാം രാമൻ നശിപ്പിച്ചു. അപ്പൊ അത് ഇനി നിങ്ങൾ വേണം അത് ഏറ്റെടുത്ത് കാവലിരിക്കാൻ. അതുപോലെ അവിടെ ശക്തന്മാരായിട്ടുള്ള രാമലക്ഷ്മണന്മാരുണ്ട്. അവരുടെ ചലനങ്ങൾ എന്തെല്ലാമാണ്, അവരെന്തെല്ലാം ഉദ്ദേശിക്കുന്നു, എന്തെല്ലാം പ്രവർത്തിക്കുന്നു, അവരുടെ നീക്കങ്ങളൊക്കെ വേണ്ട പോലെ നോക്കിയിട്ട് എന്നെ അപ്പപ്പോ വിവരം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് 8 ശക്തന്മാരായിട്ടുള്ള രാക്ഷസന്മാരെ ലങ്കയിൽ നിന്ന് ഇവിടേക്ക് ഡെപ്യൂട്ടേഷനിൽ അയച്ചു. ജനസ്ഥാനം എന്ന് പറയുന്ന ആ പഞ്ചവടിയിലേക്ക് അയച്ചു. അത് കഴിഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് വീണ്ടും ഇരിക്കപ്പുറതിയില്ല അദ്ദേഹത്തിന്. സീതയെ കാണണമെന്ന് തോന്നി. സീതയുടെ അന്തഃപുരത്തിലേക്ക് തന്നെ ചെന്നു. സീതയെ കൈകളെ കൊണ്ടെടുത്ത് മട്ടുപ്പാവിലേക്ക് കയറി അവിടുന്ന് മുകളിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് ചുറ്റുപാടുള്ളതായിട്ടുള്ള ഉദ്യാനങ്ങളും സരസ്സുകളും മറ്റു കൊട്ടാരങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു. എന്നിട്ട് തന്റെ പ്രൗഢിയെക്കുറിച്ച്, തന്റെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത്, തന്റെ കീഴിൽ എത്ര സ്ത്രീകളുണ്ട് തനിക്ക് ഭാര്യമാരായിട്ട്, പക്ഷെ അവരിലൊന്നും ഇപ്പൊ നിന്നെ കണ്ടതിന് ശേഷം ഒരു രുചിയുമില്ല, ഒരു താല്പര്യവുമില്ല. നീ എന്റെ പട്ടമഹിഷിയായി തീരൂ. ഈ സർവസ്വത്തിനും ഈ ലങ്കയ്ക്കും എല്ലാവർക്കും മഹാറാണിയായി അഭിഷേകം ചെയ്യപ്പെട്ട് ആർദ്രയായ ദേഹത്തോടുകൂടി നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അതാണ് എനിക്ക് സന്തോഷം. നീ എന്റെ മറ്റു ഭാര്യമാരുടെ എല്ലാം രാജ്ഞിയായി അതീശ്വരിയായി വാഴണം. നിനക്കൊരു കുറവും ഇവിടെ ഉണ്ടാവില്ല. രാമൻ സ്വപ്നത്തിൽ പോലും ഇവിടെ വരാൻ പറ്റില്ല. രാമൻ ഇനി പിന്നെയാണോ നേരിട്ട് വരുന്ന കാര്യം? അതുകൊണ്ട് രാമൻ വരുമെന്ന് വിചാരിച്ച് നീ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ നീ വരിക്കൂ. ഇവരെല്ലാം നിനക്ക് സേവ ചെയ്യും. ഞാൻ നിന്റെ ദാസനായി ഇതാ നിന്റെ കാലിൽ എന്റെ തലകളെ കൊണ്ട് മുട്ടിക്കുന്നു. ഞാൻ ഇന്ന് വരെ ഒരാളുടെ മുമ്പിലും ഒരു സ്ത്രീയുടെ മുമ്പിൽ ഇങ്ങനെ അപേക്ഷിച്ചിട്ടില്ല, ഒരാളുടെ പാദത്തിലും നമസ്കരിച്ചിട്ടില്ല. ഇതാപ്പൊ നിന്റെ പാദത്തിൽ ഞാൻ നമസ്കരിക്കുന്നു. എന്റെ ശിരസുകൾ 10 നിന്റെ പാദത്തിൽ മുട്ടിക്കുന്നു. നീ നിന്റെ ദാസനായിരിക്കാം, ഞാൻ നിന്റെ അടിമയായിരിക്കാം, നീ എന്റെ ഭാര്യയായിരിക്കൂ എന്നെല്ലാം പറഞ്ഞ് രാവണൻ അപേക്ഷിക്കുന്നതായിട്ടുള്ള രംഗങ്ങളായിരുന്നു കഴിഞ്ഞ സർഗത്തിൽ അവസാനം കണ്ടത്. അതിന്റെ തുടർച്ചയാണ് ഈ 56-ാം സർഗം. പക്ഷേ ടോൺ മാറുന്നുണ്ട്. കാരണം അപേക്ഷകൾ എത്ര കേട്ടിട്ടും സീത ഒരു ഇളക്കവുമില്ല. സീതയ്ക്ക് മനസ്സിന് യാതൊരു മാറ്റവുമില്ല, ഒരു ചാഞ്ചല്യവുമില്ല. രാവണന്റെ എന്തെല്ലാം പ്രലോഭനങ്ങളും
രാവണന്റെ ഏതൊക്കെ പ്രൗഢി കണ്ടിട്ടും കണ്ണ് മഞ്ഞളിക്കുകയോ അല്പം പോലും ഒരു തരത്തിലുള്ള ആനുകൂല്യം സീതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. കാരണം സീതയുടെ മനസ്സ് രാമനിൽ ഉറച്ചിരിക്കുകയാണ്. അത് ഇളക്കാനായിട്ട് ലോകത്തിൽ ആര് വിചാരിച്ചാലും സാധിക്കില്ല. അപ്പൊ രാവണനാവുന്നത് പ്രയത്നം ചെയ്തിട്ടും സീതയുടെ മനസ്സിളക്കാൻ സാധിക്കുന്നില്ല. ഇനി അടുത്ത സർഗത്തിൽ എന്തൊക്കെയാ പറയുന്നത് നമുക്ക് നോക്കാം. ഭീഷണി സ്വരത്തില് 1 വർഷം അവധി കൊടുക്കുകയാണ്. 1 വർഷത്തിനകം നിന്റെ മനസ്സ് മാറി നീ എന്നോട് ചേരണം, എന്റെ ഭാര്യയാവണം എന്നുള്ള വാണിംഗ് കൊടുക്കാൻ പോകുന്നതായിട്ടുള്ള ആ വാക്കുകളാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അഥ ശ്രീമദ് വാൽമീകീയേ രാമായണേ ആരണ്യകാണ്ഡേ ഷഡ്പഞ്ചാശ സർഗഃ 56-ാം സർഗം. സാ തഥോക്താ തു വൈദേഹി നിർഭയാ ശോകകർഷിത തൃണമന്തരദഃ കൃത്വാ രാവണം പ്രത്യഭാഷത. തദാ ഉക്താ സാ വൈദേഹി നിർഭയാ ശോകകർഷിത. ഇപ്രകാരം പറയപ്പെട്ടവളായിട്ടുള്ള വൈദേഹി യാതൊരു ഭയവുമില്ല ദേവിക്ക്. പക്ഷെ ഭർത്താവിനെ പിരിഞ്ഞ ദുഃഖം കൊണ്ട് കർഷിതയാണ്, പീഡിതയാണ്. അങ്ങനെ ദുഃഖത്തിൽ മുഴുകിയവളായിക്കൊണ്ട് തൃണം അന്തരതഃ കൃത്വാതു രാവണം പ്രത്യഭാഷത. അന്തരതഃ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ, രാവണന്റെയും തന്റെയും ഇടയിലായിട്ട് ഒരു തൃണം കൃത്വ. തൃണം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു വസ്തു, പുല്ല് എന്നൊക്കെ അർത്ഥം. തുരുമ്പ്, പുല്ല് ഒക്കെ തൃണം എന്ന് പറയും, വിലയില്ലാത്ത വസ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരു വിലയില്ലാത്തൊരു പുല്ലിനെ തന്റെ മുമ്പിൽ കൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അതുപോലൊരു പൊടിയെ കൽപ്പിച്ചിട്ട് രാവണം പ്രത്യഭാഷത, രാവണം പ്രതി അഭാഷത, രാവണനോട് ഭാഷണം ചെയ്തു. എങ്ങനെയാ രാവണനെ കൽപ്പിച്ചിരിക്കുന്നത്? തന്റെ മുമ്പിൽ കിടക്കുന്ന ഒരു പുല്ലോ ഒരു നിസ്സാര വസ്തുവിനെയോ നോക്കിയിട്ട് നീയും ഇതും എനിക്ക് സമമാണ് എന്നുള്ള മട്ടിലാണ് ആ വസ്തുവിലേക്ക് നോക്കിക്കൊണ്ട്, തുരുമ്പിലേക്ക് നോക്കിക്കൊണ്ട് സീത പറയുന്നത്. രാജാ ദശരഥോ നാമ ധർമ്മസേതുരിവാചലഃ സത്യസന്ധഃ പരിജ്ഞാതഃ യസ്യ പുത്രഃ സ രാഘവഃ. ദശരഥഃ നാമ രാജാ അചലഃ ധർമ്മസേതുഃ ഇവ സത്യസന്ധഃ പരിജ്ഞാതഃ. ദശരഥൻ എന്ന പേരുള്ള ഒരു രാജാവുണ്ട്. അദ്ദേഹം ചലിക്കാത്ത ധർമ്മസേതുവാണ്. ധർമ്മസേതു എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ അതിർവരമ്പ്, അല്ലെങ്കിൽ മതിൽക്കെട്ട്, അല്ലെങ്കിൽ അണക്കെട്ട് എന്നൊക്കെ പറയാം. സേതു എന്നുള്ളതിന് വരമ്പ്, അണക്കെട്ട്, മതില് എന്നൊക്കെ അർത്ഥം പറയാം. പരിധി എന്ന് സൂചിപ്പിക്കുന്നതാണ്. പാലങ്ങള് സേതുവാണ്. അപ്പൊ എന്തായാലും ധർമ്മത്തെ രക്ഷിക്കുന്ന, ധർമ്മരക്ഷകനായിരിക്കുന്ന സത്യസന്ധഃ, സത്യസന്ധനായിട്ടുള്ള പരിജ്ഞാതഃ, എല്ലാവരാലും അറിയപ്പെട്ടിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ആളാണ് ദശരഥൻ. യസ്യ പുത്രഃ സഹ രാഘവഃ. ഏതൊരുവന്റെ പുത്രനാണോ ആ രാഘവൻ, എന്റെ ഭർത്താവ്. രാമോ നാമസ്സ ധർമാത്മാ ത്രിഷു ലോകേഷു വിശ്രുതഃ ദീർഘബാഹുർവിശാലാക്ഷോ ദൈവതം ഹി പതിർമമ. മമ പതിഃ രാമഃ നാമ സഹി ദൈവതം. ആ എന്റെ ഭർത്താവ് ദശരഥപുത്രനായിട്ടുള്ള രാമൻ എന്ന് പേരുള്ള അദ്ദേഹം തന്നെയാണ് എനിക്ക് പ്രത്യക്ഷ ദൈവം. ദൈവതം എന്ന് പറഞ്ഞാൽ എന്റെ ദേവത, എന്റെ പ്രത്യക്ഷ ഈശ്വരൻ. ആ രാമൻ തന്നെയാണ്. ധർമാത്മാ, അദ്ദേഹം ധർമ്മമൂർത്തിയാണ്. ത്രിഷു ലോകേഷു വിശ്രുതഃ, 3 ലോകങ്ങളിലും പ്രശസ്തനാണ്. ദീർഘബാഹുഹു, നീണ്ട കൈകളുള്ള ശക്തനാണ്. വിശാലാക്ഷഃ, നല്ല സുന്ദരനുമാണ്. നല്ല ദീർഘങ്ങളായ കണ്ണുകളോടുകൂടിയവനാണ്. ഇക്ഷ്വാകൂണാം കുലേ ജാതഃ സിംഹസ്കന്ദോ മഹാദ്യുതിഃ ലക്ഷ്മണേന സഹ ഭ്രാത്രാ യസ്തേ പ്രാണാൻ ഹരിഷ്യതി. ഭ്രാത്രാ ലക്ഷ്മണേന സഹ തേ പ്രാണാൻ യഹ ഹരിഷ്യതി.
ഭ്രാതാവായ ലക്ഷ്മണനോടുകൂടി ഏതൊരു രാമനാണോ നിന്റെ പ്രാണങ്ങളെ ഹരിക്കാൻ പോകുന്നത്, ആ അദ്ദേഹം ഇക്ഷ്വാകൂണാം കുലേ ജാതഃ, ഇക്ഷ്വാകു എന്ന് പറയുന്ന മഹാനായ ചക്രവർത്തിയുടെ ആ വംശത്തിലാണ് ജാതനായിരിക്കുന്നത്. സിംഹസ്കന്ധഃ, സിംഹത്തെ പോലെ തോളുള്ളവനാണ്, ഉയർന്ന തോളുകളോടുകൂടിയവനാണ്. മഹാദ്യുതി, ഭയങ്കര കാന്തിയുള്ളവനാണ്, പരാക്രമിയാണ്. പ്രത്യക്ഷം യദ്യഹം തസ്യ ത്വയാസ്യാം ദർശിതാ ബലാത് ശയിതാത്വം ഹതസംഖ്യേ ജനസ്ഥാനേ യഥാഘരഃ. അഹം തസ്യ പ്രത്യക്ഷം ത്വയാ ബലാത് ദർശിതം യദി സ്യാം. ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് നിന്നാൽ പിടിച്ചു വലിച്ച് അപമാനിക്കപ്പെട്ടത്, കീഴ്പ്പെടുത്തപ്പെട്ടത്, എന്നെ തൊട്ടത് എങ്കിൽ നീ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചായിരുന്നു എന്നെ സ്പർശിച്ചിരുന്നതെങ്കിൽ ത്വം ജനസ്ഥാനേ സംഖ്യേ ഗരഹ യഥാ ഹതശൈത, നീ അവിടെ തന്നെ ആ ജനസ്ഥാനം എന്ന് പറയുന്ന അതേ സ്ഥലത്ത് യുദ്ധത്തിൽ ഖരൻ എങ്ങനെ കൊല്ലപ്പെട്ടുവോ അതേപോലെ കൊല്ലപ്പെട്ടു നീ അവിടെ കിടക്കുമായിരുന്നു. അപ്പൊ നീ ഭീരുവായതുകൊണ്ട് രാമനെ അകറ്റി, രാമനില്ലാത്തപ്പോ ഏകയായ എന്നെ, അനാഥയായ എന്നെ, ഒരു സ്ത്രീയെ അപഹരിച്ചു കൊണ്ടുവന്ന് വലിയ മിടുക്കൊന്നുമല്ല. നിനക്ക് ധൈര്യം ഉണ്ടായിരുന്നുവെങ്കിൽ, യഥാർത്ഥ ശക്തനായിരുന്നു നീ എങ്കിൽ രാമൻ ഉള്ളപ്പോ വരണമായിരുന്നു, രാമന്റെ മുമ്പിൽ വെച്ച് ചെയ്യണമായിരുന്നു, വിവരം അറിഞ്ഞേനെ, അല്ലേ? തസ്യ ജ്യാവിപ്രമുക്താസ്തി ഏതേ രാക്ഷസാ പ്രോക്ത ഘോരരൂപാ മഹാബലാഃ രാഘവേ നിർവിഷാ സർവേ സുപർണേ പന്നഗായധാ. ഫാൻ തിരിഞ്ഞു പോകണം. എന്തെങ്കിലും തടസ്സം വയ്ക്കും. അപ്പൊ ഏ രാക്ഷസാഹ ഘോരരൂപാഹ മഹാബലാഹ പ്രോക്താഹ ഏതേ സർവേ സുപർണേ പന്നഗാഹ യഥാ രാഘവേ നിർവിഷാഹ. ഏതൊക്കെ രാക്ഷസന്മാര് ഘോരരൂപന്മാരും മഹാബലവാന്മാരും ആയിട്ട് പറയപ്പെടുന്നുവോ, എത്ര പ്രശസ്തരായിട്ടുള്ള ശക്തന്മാരായിട്ടുള്ള രാക്ഷസന്മാരുണ്ടോ, എല്ലാവരും തന്നെ രാമന്റെ മുമ്പിൽ ഒന്നിനും കൊള്ളാത്തവരാകുന്നു. ഏതുപോലെ? സുപർണേ നിർവിഷാഹ പന്നഗാഹ യഥ. സുപർണൻ എന്ന് പറഞ്ഞാൽ ഗരുഡൻ. ഗരുഡന്റെ മുമ്പില് പന്നകങ്ങൾ, പാമ്പുകൾ, വിഷമുള്ള പാമ്പുകൾ തന്നെ ഗരുഡന്റെ മുമ്പിൽ ഒന്നും ചെയ്യില്ല. അപ്പൊ വിഷമില്ലാത്ത പാമ്പുകളോ? അപ്പൊ വിഷമില്ലാത്ത പാമ്പുകള് ഗരുഡനെ എന്ത് ചെയ്യാൻ കഴിയും? അതുപോലെയാണ്, നിസാരന്മാരാണ് രാമന്റെ മുമ്പിലും. ഈ രാക്ഷസന്മാരെല്ലാവരും കൂടി നിന്നാൽ കൂടി നിർവിഷങ്ങളായ ആളുകളാണ്. ഒരു ഉപദ്രവവും രാമന് ചെയ്യാൻ ശക്തിയുള്ളവരല്ല എന്നർത്ഥം. തസ്യ ജ്യാവിപ്രമുക്താസ്തേ ശരാ കാഞ്ചനഭൂഷണാഃ ശരീരം വിദമിഷ്യന്തി ഗംഗാകൂലമിവോർമയഃ. കാഞ്ചനഭൂഷണാഃ ജ്യാവിപ്രമുക്താഃ തസ്യ ശരാഃ. ആ പൊന്നുകൊണ്ട് കെട്ടിയവയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഞാണിൽ നിന്ന് തൊടുത്ത് വിടപ്പെട്ടതായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശരങ്ങൾ, തേ ശരീരം, നിന്റെ ശരീരത്തെ, ഊർമയഃ ഗംഗാകൂലം ഇവ വിദമിഷ്യന്തി. വലിയ പ്രവാഹങ്ങൾ ഉണ്ടായി വന്നാൽ ഗംഗയുടെ തീരത്തെ അത് ഇടിച്ചിടിച്ച് കളയും. അതുപോലെ നിന്റെ ശരീരത്തെയും ഉടച്ച് നശിപ്പിക്കും. രാഘവൻജി ഇവിടെ ഇരുന്നോളൂ, ഒരു കസേര എടുത്തിട്ടിരുന്നോളൂ. നല്ല ചൂടുണ്ട്. ഞാൻ ഉള്ളിൽ ബനിയൻ മുട്ടുണ്ടല്ലേ, അതാണ്. നാരായണ
അവിടെ കദളിവനത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, നല്ലത് നോക്കി. ആ അദ്ദേഹത്തിന്റെ ഞാണിൽ നിന്ന് തൊടുക്കപ്പെട്ട ബാണങ്ങള് നിന്റെ ശരീരത്തെ ഗംഗ പ്രവാഹം എങ്ങനെ ഗംഗയുടെ തീരങ്ങളെ ഇടിച്ചു കളയുമോ അതുപോലെ നശിപ്പിച്ചു കളയും. അസുരൈർവാസുരൈർവാത്വം യദി അവധ്യോസി രാവണ ഉൽപാദ്യ സുമഹദ്വൈരം ജീവൻ തസ്യ നമോക്ഷ്യസേ. ഹേ രാവണ, അസുരൈഹി വാ സുരൈഹി വാ ത്വം അവധ്യഃ അസി യദി. അല്ലയോ രാവണ, നീ അസുരന്മാരാലും ദേവന്മാരാലും വധിക്കപ്പെടാത്തവനാണ് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ തന്നെ തസ്യ സുമഹത് വൈരം ഉൽപാദ്യ ജീവൻ ന മോക്ഷ്യസെ. ആ രാമന് മഹത്തായ ശത്രുത നീ ഉണ്ടാക്കിയിട്ട് ജീവനോടുകൂടെ നിന്നെ അദ്ദേഹം വിട്ടുവിടുകയില്ല, ജീവനോടുകൂടി നീ പോവുകയില്ല, ഉറപ്പാണ്. സതേ ജീവിതശേഷസ്യ രാഘവോന്തകരോ ബലി പശോർ യൂപഗതസ്യേവ ജീവിതം തവ ദുർലഭം. ജീവിതശേഷസ്യ തേ ബലി സഹ രാഘവഃ അന്തകരഃ. ഇപ്പതാ ജീവിതം അവസാനം നിനക്ക് കുറച്ച് ശേഷിച്ചിട്ടുണ്ട്, അവസാനമായിട്ടുണ്ട്. അങ്ങനെയുള്ള നിനക്ക് ആ ബലശാലിയായിട്ടുള്ള രാഘവൻ തീർച്ചയായിട്ടും നിന്റെ അന്തകനായിരിക്കും, നിന്റെ മൃത്യുവായിരിക്കും ആ രാമൻ. യൂപഗതസ്യ പശോഹോ ഇവ തവ ജീവിതം ദുർലഭം. യൂപം എന്ന് പറഞ്ഞാൽ ഈ യാഗങ്ങളിലൊക്കെ കൊണ്ട് മറ്റേ ഒരു കുറ്റി കെട്ടിയിട്ട് അതിൽ യാഗത്തിൽ ഹിംസിക്കാനുള്ളതായിട്ടുള്ള ഒരു മൃഗത്തെ കൊണ്ടുപോയി കെട്ടിയിടും. ആ യൂപഗതമായ പശു എന്ന പോലെ കുതിര അല്ലെങ്കിൽ ആട് ഇങ്ങനെയുള്ളതിനെയൊക്കെ ബലി കൊടുക്കാനായിട്ടൊക്കെ കൊണ്ട് കെട്ടിയിടും. അതിന് പിന്നെ ജീവിച്ച് ഇരിക്കാൻ പറ്റുമോ? പിന്നെ ബാക്കി ഉണ്ടാവോ? അതുപോലെ തവ ജീവിതം ദുർലഭം, നീയും ജീവിച്ചിരിക്കുക എന്നുള്ളത് ദുർലഭമായിട്ടുള്ള കാര്യമാണ്, തീരുമാനമായി നിന്റെ കാര്യത്തിൽ എന്ന്. യദി പശ്യേത് സ രാമസ്ത്വാം രോഷദീപ്തേന ചക്ഷുഷ രക്ഷസ്ത്വം അദ്യ നിർദഗ്ധോ ഗച്ഛേഃ സദ്യഃ പരാഭവം. സഹ രാമഃ രോഷദീപ്തേന ചക്ഷുഷാ ത്വാം അദ്യ പശ്യേത് യദി. ആ രാമൻ അദ്ദേഹത്തിന്റെ കോപം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളെ കൊണ്ട് നിന്നെ ഒന്ന് നോക്കിയാൽ അത് മതി. സദ്യഃ രക്ഷഃ ത്വം നിർദഗ്ധഃ പരാഭവം ഗച്ഛേഃ. ഉടനെ തന്നെ നീ രാക്ഷസനായിട്ടുള്ള നീ നല്ലോണം ദഹിക്കപ്പെട്ടവനായിട്ട് നശിച്ചു പോകുന്നതാണ്. അപ്പൊ രാമന്റെ നോട്ടം മതി നിന്നെ ദഹിപ്പിക്കാൻ. യശ്ചന്ദ്രം നഭസോ ഭൂമൗ പാതയേന്നാശയേതവാം സാഗരം ശോഷയേദ്വാപി സസീതാം മോചയേദിഹ. യഹ നഭസഃ ചന്ദ്രം വാ ഭൂമൗ പാതയേത് നാശയേതവാ. ഏതൊരു രാമനാണോ ആകാശത്ത് നിന്ന് ചന്ദ്രനെ ഭൂമിയിലേക്ക് പതിപ്പിക്കും, താഴെ വീഴ്ത്തിയിടും. നീ നശിപ്പിക്കണമെങ്കിൽ നശിപ്പിക്കാനും ശക്തനാണ്. സാഗരം ശോഷയേത്, സമുദ്രത്തെ വറ്റിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രയാസവുമില്ല. അങ്ങനെയുള്ള സഹ സീതാമബീഹ മോചയേത്, അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സീതയായ എന്നെ ഇവിടുന്ന് മോചിപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രയാസവുമില്ല. ഗദായുസ്ത്വം ഗദശ്രീകോ ഗദസത്വോ ഗതേന്ദ്രിയഃ ലങ്കാ വൈധവ്യ സംയുക്ത ത്വത്കൃതേന ഭവിഷ്യതി. ത്വം ഗദായുഹു, നിന്റെ ആയുസ് പോയി കഴിഞ്ഞിരിക്കുന്നു, ഗദായുവാണ് നീ. ഗതശ്രീകഃ, നിന്റെ ഐശ്വര്യമെല്ലാം ദാ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഗതസത്വഃ, നിന്റെ എല്ലാ നന്മകളും ഭാഗ്യവും ബലവും എല്ലാം നശിച്ചിരിക്കുന്നു. ഗതേന്ദ്രിയഃ, ശക്തിയില്ലാത്തവനായിരിക്കുന്നു. ത്വത്കൃതേന ലങ്കാ വൈധവ്യ സംയുക്ത ഭവിഷ്യതി. നീ കാരണമായിട്ട് ഈ ലങ്ക തന്നെ വിധവയായി തീരും. ലങ്ക എന്ന് പറയുന്ന ദേശത്തിന്റെ രാജ്യത്തിന്റെ ഭർത്താവാണ് രാജാവ് രാവണൻ. അപ്പോ ഒരു രാജ്യത്തിന്റെ ഭർത്താവില്ലാതായി കഴിഞ്ഞാൽ ആ രാജ്യം വിധവയായതുപോലെയാണ്. അപ്പൊ ലങ്ക വിധവയായി തീരും. നതേ പാപമിതം കർമ്മ സുഖോദർക്കം ഭവിഷ്യതി യാഹം നീതാ വിനാഭാവം പതിപാർശ്വാത്വയാ വനേ. യാഹം വനേ പതിപാർശ്വാത് വിനാഭാവം ത്വയാ നീതാ.
ഞാനാണോ വനത്തിൽ വെച്ച് ഭർത്താവിന്റെ അടുക്കൽ നിന്ന് പിരിഞ്ഞിരിക്കുക, വിനാഭാവം, ഭർത്താവ് ഇല്ലാതിരിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ ത്വയാ നീത, നിന്നാൽ അപഹരിക്കപ്പെട്ടുവോ, ഇതം പാപം കർമ്മത്തെ സുഖോദർക്കം ന ഭവിഷ്യതി, നീ ചെയ്ത ഈ മഹാപാപകർമ്മം നിനക്ക് സുഖത്തെ ഉണ്ടാക്കുന്നതായിരിക്കില്ല, നല്ല ഫലമായിരിക്കില്ല നിനക്ക് കിട്ടാൻ പോകുന്നത്. സഹി ദേവര സംയുക്തോ മമ ഭർത്താ മഹാദ്യുതി നിർഭയോ വീര്യമാശ്രിത്യ ശൂന്യേ വസതി ദണ്ഡകേ. മമ ഭർത്താ മഹാദ്യുതി, എന്റെ ഭർത്താവ് മഹാപരാക്രമിയാണ്, അമിത വീര്യവാനാണ്. സഹ ദേവര സംയുക്ത, അദ്ദേഹത്തിന്റെ കൂടെ എന്റെ ദേവരനുമുണ്ട്. ദേവരൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അനുജനെ ദേവരൻ എന്ന സംസ്കൃതത്തിൽ പറയാ, ഹിന്ദിയിലും ദേവർ എന്ന് പറയും. ദേവർ എന്ന് പറഞ്ഞാൽ ദേവരൻ തന്നെ. അപ്പോ എന്റെ ഭർത്താവിന്റെ അനുജനായ ലക്ഷ്മണനോടുകൂടെ വീര്യമാശ്രിത്യ, വീര്യമവലംബിച്ച് ശൂന്യേ ദണ്ഡകേ നിർഭയ ഹി വസതി, ജനസഞ്ചാരമില്ലാത്ത ദണ്ഡകവനത്തിൽ നിർഭയനായിട്ടാണ് അദ്ദേഹം വസിക്കുന്നത്. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ഭയവും തൊട്ടു തീണ്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വെറും സഹോദരനോടുകൂടെ ഈ ഘോരന്മാരായ രാക്ഷസന്മാർ നിറഞ്ഞ ദണ്ഡകവനത്തിൽ സഞ്ചരിക്കുന്നത്. സതേ ദർപ്പം ബലം വീര്യം ഉത്സേകം ച തദാവിധം അപനേഷ്യതി ഗാത്രേഭ്യഃ ശരവർഷേണ സംയുഗേ. ആ രാമൻ തേ ദർപ്പം ബലം വീര്യം തദാവിധം ഉത്സേകം ച സംയുഗേ ശരവർഷേണ ഗാത്രേഭ്യഃ അപനേഷ്യതി. നിന്റെ ദർപ്പം, നിന്റെ അഹങ്കാരം, നിന്റെ കയ്യൂക്ക്, നിന്റെ വീര്യം, അതുപോലെയുള്ളതായിട്ടുള്ള നിന്റെ അതിര് കവിഞ്ഞുള്ള ഉത്സേകം, അതിക്രമം, അതിര് കവിഞ്ഞ പ്രവർത്തനം, അതിനെയും സംയുഗേ ശരവർഷേണ, യുദ്ധത്തിൽ അസ്ത്രങ്ങളെ കൊണ്ട് ഗാത്രേഭ്യഃ അപനേഷ്യതി, നിന്റെ അവയവങ്ങളിൽ നിന്ന് ദൂരേക്ക് കളയും. അപ്പൊ നിനക്ക് ഇപ്പൊ അതൊക്കെ നിന്റെ ശരീരത്തിലുണ്ട്. എന്തൊക്കെയുണ്ട്? അഹങ്കാരം, കയ്യൂക്ക്, വീര്യം, അതുപോലെയുള്ള അക്രമങ്ങള്, ഇതൊക്കെ നിന്റെ കൂടെയുണ്ട് ഇപ്പോ. അതിനെല്ലാം അസ്ത്രങ്ങളെ കൊണ്ട് രാമൻ ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞാലോ, നീ മരിച്ച് വീഴും എന്നർത്ഥം. നിന്റെ എല്ലാ കഴിവും നഷ്ടപ്പെട്ടിട്ട്. യഥാ വിനാശോ ഭൂതാനാം ദൃശ്യത്തെ കാലചോദിതഃ തഥാ കാര്യേ പ്രമാദ്യന്തി നരാഃ കാലവശം ഗതാഃ. ഭൂതാനാം കാലചോദിതഃ വിനാശഃ യഥാ ദൃശ്യത്തെ. ഓരോരോ പ്രാണികൾക്കും കാലചോദിതമായിട്ടുള്ള വിനാശം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ കാലത്ത് നാശം വരിക എന്നുള്ളത് വിധിയാണ്, അല്ലേ? അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് സമയമാകുമ്പോൾ നാശം സംഭവിക്കും. അപ്പൊ അത് എപ്രകാരമാണോ സംഭവിക്കുന്നത്, ദൃശ്യത്തെ കാണപ്പെടുന്നത്, തഥാ കാലവശം ഗതാഃ നരാഃ കാര്യേ പ്രമാദ്യന്തി. അതുപോലെ കാലവശം പ്രാപിച്ചവരായിട്ടുള്ള, മൃത്യുവിന്റെ വശം പ്രാപിച്ചവരായിട്ടുള്ള മനുഷ്യരും അവരവരുടെ ചെയ്യേണ്ട കർത്തവ്യങ്ങളിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നു, തെറ്റി നടക്കുന്നു, കുരുത്തക്കേടുകളൊക്കെ ചെയ്യുന്നു. വിനാശകാലേ വിപരീത ബുദ്ധി. മാം പ്രദൃശ്യ സതേ കാലഃ പ്രാപ്തോയം രാക്ഷസാധമ ആത്മനോ രാക്ഷസാനാം ച വധായാന്തഃപുരസ്യ ച. ഹേ രാക്ഷസാധമാം, രാക്ഷസന്മാരിൽ വെച്ച് അധമനായിരിക്കുന്നവനെ, നീചനായിരിക്കുന്നവനെ, കീടമായിരിക്കുന്നവനെ എന്നൊക്കെ രാവണന്റെ ഉള്ളിൽ, എന്താ പറയുക, അന്തഃപുരത്തിലിരുന്നുകൊണ്ട് രാവണന്റെ മുഖത്ത് നോക്കി വിളിക്കണമെങ്കിലോ എന്തൊരു ധൈര്യമാണ് ആ സീതാദേവിക്ക്. മാം പ്രദൃശ്യ ആത്മനഃ രാക്ഷസാനാം തേ അന്തഃപുരസ്യ ച വധായ സഹ കാലഹായം പ്രാപ്തഃ. നീ ഇപ്പൊ എന്നെ അപഹരിച്ചു കൊണ്ടുവന്ന കാരണം നിനക്കും രാക്ഷസന്മാർക്കും നിന്റെ അന്തഃപുരത്തിലുള്ള സർവർക്കും, പ്രത്യേകിച്ച് നിന്റെ ഭാര്യമാർക്കുമെല്ലാം നാശത്തിനുള്ളതായിട്ടുള്ള കാലം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. നീ ചെയ്ത പ്രവൃത്തി ലങ്കയിലുള്ള സകലരുടെയും നാശത്തിന് കാരണമായിരിക്കുന്നു. ഇതം അന്തഃപുരം രമ്യം രത്നസ്ഥാപിതമീദൃശം രാമബാണാനല സർവം ദഗ്ധം തവ കരിഷ്യതി. ഈദൃശം രത്നസ്ഥാപിതം രമ്യം തവ ഇതം അന്തഃപുരം സർവം. ഇപ്രകാരം രത്നങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഭംഗിയേറിയതായിട്ടുള്ള നിന്റെ ഈ മനോഹരമായ അന്തഃപുരം രാമബാണാനലഹ,
രാമന്റെ ബാണങ്ങളാകുന്ന അഗ്നി ദഗ്ധം കരിഷ്യതി, എല്ലാം ദഹിപ്പിച്ചു കളയുന്നതായിരിക്കും, ചുട്ടു വെണ്ണീറാക്കുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ സീതയുടെ ഉള്ളിലുള്ള താപമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ. സീതയുടെ മനസ്സുകൊണ്ട് തന്നെ, ശാപവചസ്സുകളെ കൊണ്ട് തന്നെ ദാ ലങ്ക ദഹിച്ചു കഴിഞ്ഞിരിക്കണു സൂക്ഷ്മ രൂപത്തില്. ഇനിയിപ്പോ സ്ഥൂല രൂപത്തിലാണ് രാമന്റെ ബാണങ്ങളെ കൊണ്ടും ഹനുമാൻ സ്വാമിയുടെ വാലിൽ കൊളുത്തിയ തീ കൊണ്ടും ഒക്കെ ദഹിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ ദിവസവും നമ്മൾ ചൊല്ലുന്ന ഹനുമാൻ സ്വാമിയുടെ ശ്ലോകത്തിൽ ഇതുണ്ട് അല്ലേ. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം ജനകാത്മജായാഹ ആദായ തേനൈവ ദദാഹലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം. ഏതൊരു ആഞ്ജനേയ സ്വാമിയാണോ ഉല്ലംഘ്യ സിന്ധോഹോ സലിലം സലീലം, സിന്ധോഹോ സലിലം സലീലം ഉല്ലംഘ്യ, ആ സമുദ്രത്തിന്റെ വെള്ളത്തെ ലീലയായിട്ട് ഉല്ലംഘനം ചെയ്തു, അതിക്രമിച്ചു, ചാടിക്കടന്നു നിസ്സാരമായിട്ട്. പശുക്കുളമ്പ് പോലെ, പശുക്കുളമ്പില് വെള്ളമുള്ളതുപോലെ പശുക്കുളമ്പിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തെ ചാടാൻ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? അതാണ് മറ്റൊരു ശ്ലോകത്തിൽ നമ്മൾ ചൊല്ലുന്നത്, ഗോഷ്പദീകൃതവാരാശിം മശകീകൃത രാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. വാരാശി, വാരാശി അഥവാ വായുരാശി എന്ന് പറഞ്ഞാല് സമുദ്രം, വെള്ളത്തിന്റെ മാസ് കളക്ഷൻ എന്നൊക്കെ അർത്ഥമാണ് വാരാശി, വാരിരാശി. അതിനെ ഗോഷ്പദീകൃതം, ഗോഷ്പദം എന്ന് പറഞ്ഞാൽ പശുവിന്റെ കുളമ്പ്. അപ്പൊ പശുവിന്റെ മഴക്കാലത്തൊക്കെ പശുവിന്റെ കുളമ്പ് അടയാളം വന്നു കഴിഞ്ഞാൽ അതില് വെള്ളം കെട്ടി നിൽക്കും അല്ലേ. ആർക്കെങ്കിലും അതിന് ചാടിക്കിടക്കാൻ വല്ല പ്രയാസമുണ്ടോ? കുട്ടികൾ ചാടിക്കിടക്കും. അതുപോലെയാണ് ഹനുമാൻ സ്വാമിക്കേത് ഈ 100 യോജന വിസ്താരം ഉണ്ടായിരുന്ന സമുദ്രം തരണം ചെയ്യാൻ, ലങ്കയിലേക്ക് കടക്കാൻ. അതാണ് ഗോഷ്പദീകൃതവാരാശിം മശകീകൃത രാക്ഷസം. രാക്ഷസന്മാരൊക്കെ മശകീകൃതം, മശകം എന്ന് പറഞ്ഞാൽ കൊതുക്, കൊതുകിനെ അടിച്ചു കൊല്ലും പോലെയാണ് ഹനുമാൻ സ്വാമി രാക്ഷസന്മാരെയൊക്കെ അടിച്ചു കൊന്നത്. അത്രയേ ഉള്ളൂ എന്നർത്ഥം. അപ്പൊ മശകീകൃത രാക്ഷസം. അങ്ങനെയുള്ള രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. രാമായണമാകുന്ന മഹാമാലയിലെ അതിസുന്ദരമായ രത്നമാണ് ആര്? ആഞ്ജനേയ സ്വാമി, അനിലാത്മജൻ. ആ ഹനുമാൻ സ്വാമിയെ ഞാൻ വന്ദിക്കുന്നു. ആ ഹനുമാൻ സ്വാമി എന്താ ചെയ്ത്? ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം, സലീലമായിട്ട് ലീലയോടുകൂടെ സിന്ധോ സലിലം ഉല്ലംഘ്യ യശോകവന്യം ജനകാത്മജായാഹ ആദായ, യഹ ജനകാത്മജായാഹ ശോകാഗ്നിം ആദായ, ജനകപുത്രിയായ സീതയുടെ മനസ്സിലുള്ള ശോകമാകുന്ന അഗ്നിയെ എടുത്തിട്ട് ദദാഹ തേനൈവ ലങ്കാം, ആ അഗ്നിയെ കൊണ്ട് ലങ്കയെ ദഹിപ്പിച്ചു. ലങ്കയ്ക്ക് തീ കൊടുത്തു, ദേവിയുടെ ഉള്ളിലത്തെ തീ കെടുത്തി. അതാണ് ഹനുമാൻ സ്വാമിയുടെ യാത്ര കൊണ്ട് ഉണ്ടായത് അല്ലേ. സുന്ദരകാന്ഡത്തിലെ ഹനുമാൻ സ്വാമി സീതയെ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ച്, ഞാനിതാ പോയ ഉടനെ തന്നെ രാമനെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചതോടുകൂടി സീതയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ താപം മുഴുവൻ ശമിച്ചു. സീതാദേവിക്ക് വിശ്വാസമായി. അപ്പൊ ആ ഉള്ളിലുള്ള ശോകാഗ്നി മുഴുവൻ ആരെടുത്തു? ഹനുമാൻ സ്വാമി എടുത്തു. എന്നിട്ട് എവിടേക്ക് കൊടുത്തു? ലങ്കയ്ക്ക് കൊടുത്തു. അതാണ് യശോകവന്യം ജനകാത്മജായാഹ ആദായ തേനൈവ ദദാഹ ലങ്കാം. ആ അഗ്നിയെ കൊണ്ട് തന്നെ ലങ്കയെ ദഹിപ്പിച്ചു. അപ്പോ ഹനുമാൻ സ്വാമിയുടെ വാലിൽ കൊളുത്തിയ തീ കൊണ്ടല്ല ലങ്കയെ ദഹിപ്പിച്ചത്, സീതയുടെ ഉള്ളിൽ നിന്നെടുത്ത ശോകാഗ്നിയെ കൊണ്ടാണ് ലങ്കയെ ദഹിപ്പിച്ചത് എന്നാ. അങ്ങനെയുള്ള ആഞ്ജനേയ സ്വാമിയെ നമാമിതം പ്രാഞ്ജലിരാഞ്ജനേയം. അഞ്ജലി കൂപ്പി പ്രാഞ്ജലിയായിട്ട്, അഹം പ്രാഞ്ജലി തം ആഞ്ജനേയം നമാമി, ആ അഞ്ജനാപുത്രനെ ഞാൻ നമസ്കരിക്കുന്നു. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം ജനകാത്മജായാഹ ആദായ തേനൈവ ദദാഹ ലങ്കാം നമാമിതം പ്രാഞ്ജലിരാഞ്ജനേയം. അപ്പൊ ഇവിടെയാണ് ആ സീതയുടെ ശോകാഗ്നിയെ പ്രദർശിപ്പിക്കുന്നവിടെ. രാമന്റെ ബാണങ്ങളാകുന്ന അഗ്നി
ഈ ലങ്കയെ മുഴുവൻ ദഹിപ്പിച്ചു കളയും. നിന്റെ വീര്യത്തെ, നിന്റെ പരാക്രമത്തെ, നിന്റെ ശക്തിയെ എല്ലാം ദഹിപ്പിച്ചു കളയും എന്നാ പറഞ്ഞത്. ന ശക്യ യജ്ഞമധ്യസ്ഥാവേദിഃ സൃഗ്ഭാണ്ഡമണ്ഡിത ദ്വിജാതിമന്ത്രപൂത ച ചണ്ഡാളേന അവമർദിതും. അപ്പോ യജ്ഞമധ്യസ്ഥ സൃഗ്ഭാണ്ഡമണ്ഡിത ദ്വിജാതിമന്ത്രപൂതാവേദിഃ ചണ്ഡാളേന അവമർദിതും ന ശക്യം. ഒരു യാഗശാല, യജ്ഞമധ്യസ്ഥ, യാഗശാലയുടെ നടുവിലുള്ളതായിട്ടുള്ള സൃഗ്ഭാണ്ഡമണ്ഡിത, സൃക്ക് സ്രുവം അല്ലെങ്കിൽ ഭാണ്ഡം, ഭാണ്ഡം എന്ന് പറഞ്ഞാൽ പാത്രമാണ്. സൃക്ക് എന്ന് പറഞ്ഞാൽ യാഗത്തിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ചെറിയ പാത്രങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള യാഗപാത്രങ്ങൾ കൊണ്ട് നിറഞ്ഞതും ദ്വിജാതി മന്ത്രപൂത, ബ്രാഹ്മണരുടെ മന്ത്രകോശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള വേദിഹി, ഒരു യജ്ഞശാലയിലെ നടുവിലത്തെ മണ്ഡപം. ചണ്ഡാളേന അവമർദിതും ന ശക്യം. ശക്യ, ഒരു ചണ്ഡാളനാൽ നശിപ്പിക്കപ്പെടാൻ പാടുള്ളതല്ല. ചണ്ഡാളൻ എന്ന് പറഞ്ഞാല് സംസ്കാരമില്ലാത്തവൻ എന്നർത്ഥം. ഒരു തരത്തിലുള്ള വൃത്തിയും വെടുപ്പും സംസ്കാരവും അറിവും ഒന്നുമില്ലാത്ത ആളുകളെയാണ് പ്രാകൃതന്മാർ, അത്യന്ത പ്രാകൃതന്മാർ. ഏറ്റവും സ്നേഹമുള്ള നമ്മൾക്ക് കാവലിരിക്കുന്ന നായ്ക്കൾ, ആ നായ്ക്കളെ ചുട്ടു തിന്നണമെങ്കിലോ എത്രത്തോളം അവരുടെ സംസ്കാരമുണ്ട് എന്ന് മനസ്സിലാക്കാം. സ്നേഹമുള്ള വളർത്തു നായ്ക്കളെ പോലും ചുട്ടു തിന്നുന്നവരാണ് ശ്വപാകന്മാരെന്ന് പറയപ്പെടുന്ന. ശ്വപാകന്മാരെന്നാൽ ശ്വാവിനെ പാകം ചെയ്യുന്നവർ, അങ്ങനെയുള്ള ചണ്ഡാളന്മാർ. അപ്പൊ അവർക്ക് ഒട്ടും സംസ്കാരമില്ല. അവർക്ക് പറ്റിയ സ്ഥലമല്ല എന്ത്, ഇതുപോലെ പവിത്രമായിട്ടുള്ള യാഗശാലകൾ. അപ്പൊ അങ്ങനെയുള്ള യാഗശാലകൾ ഈ ചണ്ഡാളന്മാരാൽ തീണ്ടപ്പെടാൻ പാടുള്ളതല്ല. അതുപോലെയാണിപ്പോ നീ രാമന്റെ പത്നിയായ എന്നെ, ആ യാഗവേദി പോലെ പവിത്രയായ എന്നെ ചണ്ഡാളനായ നീ സ്പർശിച്ചിരിക്കുന്നത് എന്ന് താല്പര്യം. തദാഹം ധർമ്മനിത്യസ്യ ധർമ്മപത്നി പതിവ്രത ത്വയാ സ്പൃഷ്ടും ന ശക്യാസ്മി രാക്ഷസാധമ പാപിനാം. ഹേ രാക്ഷസാധമ, അല്ലയോ രാക്ഷസാധമ, നീചനായ രാക്ഷസ, തഥാ ധർമ്മനിത്യസ്യ ധർമ്മപത്നി പതിവ്രത അഹം. ആ ധർമ്മത്തിൽ നിത്യം ഉറച്ചു നിൽക്കുന്നവനായ ആ രാമന്റെ ധർമ്മപത്നിയായ പതിവ്രതയായ ഞാൻ പാപിന ത്വയാ സ്പൃഷ്ടും ന ശക്യ അസ്മി. മഹാപാപിയായ നിന്നാൽ സ്പർശിക്കുവാൻ എന്താ പറയുക, കഴിയപ്പെടാത്തവളാണ്. നിനക്കെന്നെ തൊടാൻ പറ്റില്ല. ഇവിടെ തൊടുക എന്നുള്ള അർത്ഥം ശാരീരികമായിട്ടുള്ള തൊടലല്ല, മാനസികമായിട്ട് കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്നർത്ഥം. ക്രീഡന്തി രാജഹംസേന പദ്മഷണ്ഡേഷു നിത്യത ഹംസീ സാ തൃണഷണ്ഡസ്ഥം കഥം പശ്യേതമദ്ഗുഗം. നിത്യതാ പദ്മഷണ്ഡേഷു രാജഹംസേന ക്രീഡന്തി സാ ഹംസീ. എപ്പോഴും താമരകൾ നിറഞ്ഞ പൊയ്കയിൽ, പത്മഷണ്ഡം എന്ന് പറഞ്ഞാൽ പത്മങ്ങൾ നിറഞ്ഞിരിക്കുന്ന പൊയ്ക, അങ്ങനെയുള്ള ആ പത്മപ്പൊയ്കകളിൽ രാജഹംസേന ക്രീഡന്തി സാ ഹംസി, വലിയ അരയന്നങ്ങളുടെ രാജഹംസങ്ങളോടുകൂടെ ക്രീഡിക്കുന്ന ആ അരയന്നത്തിന്റെ പേട ഹംസി, ഹംസത്തിന്റെ വധു. തൃണഷണ്ഡസ്ഥം മദ്ഗുഗം കഥം പശ്യേതി, പുല്ല് നിറഞ്ഞ ചേറ്റിലൊക്കെ കിടന്ന് കളിക്കുന്ന നീർക്കാക്ക, കൊളക്കോഴി, നീർക്കാക്ക എന്നൊക്കെ പറയുന്ന നിസാര, ആ കറുത്തതാണ് അതിന്റെ രൂപവും, അല്ലേ? രൂപവും കറുത്തത്, ചെളിക്കുണ്ടിലാണത് മത്സ്യം പിടിച്ചുകൊണ്ടും മറ്റുമൊക്കെ വസിക്കുന്നത്. അങ്ങനെയുള്ള നീർക്കാക്കയ്ക്ക് അരയുന്ന പേടയെ കിട്ടുമോ? കഥം പശ്യേത, എങ്ങനെ കാണാൻ പറ്റും? അപ്പൊ അങ്ങനെ നിനക്ക് ദുർലഭയാണ് ഞാൻ, നിനക്ക് അപ്രാപ്യയാണ് ഞാൻ, നിനക്കൊരിക്കലും എന്നെ തൊടാൻ പറ്റില്ല. ഇതം ശരീരം നിസ്സംജ്ഞം ബന്ധവാ ഘാതയസ്വ നേദം ശരീരം രക്ഷിഷ്യേ ജീവിതം ചാപി രാക്ഷസ. ഹേ രാക്ഷസ, നിസ്സംജ്ഞം ഇതം ശരീരം ബന്ധവാ ഘാതയസ്വ ജീവിതം ന രക്ഷ്യഷ്യേ ഇതം ശരീരമപിച്ച. അല്ലയോ രാക്ഷസ, നിസ്സംജ്ഞം ഇതം ശരീരം,
സംജ്ഞയില്ലാത്ത എന്ന് പറഞ്ഞാൽ ജഡം പോലെ ഇരിക്കുന്ന എന്റെ ഈ ശരീരം. എന്തുകൊണ്ട് ജഡം? എന്റെ മനസ്സ് രാമനിലാണ്, എന്റെ ചൈതന്യം മുഴുവൻ രാമനിൽ അർപ്പിച്ചിരിക്കണു. ഇപ്പൊ നീ കൊണ്ടുവന്നത് വെറും ജഡമായിട്ടുള്ള എന്റെ ശരീരം മാത്രമാണ്. അങ്ങനെയുള്ള ഈ ശരീരത്തെ നീ ബന്ധിച്ചോളൂ, നീ വേണമെങ്കിൽ കെട്ടിയിട്ടോ, കാതയസു അഥവാ വേണമെങ്കിൽ തിന്നോ, നിനക്ക് എന്നെ തിന്നണമെങ്കിൽ കടിച്ചു തിന്നോളൂ. പക്ഷെ എന്നാലും ഞാൻ ജീവിതം ന രക്ഷിഷ്യേ, എന്റെ ജീവനെ ഞാൻ രക്ഷിക്കുകയില്ല, ഞാൻ എന്റെ ജീവനെ രക്ഷിക്കാൻ പ്രയത്നം ചെയ്യുകയില്ല. ഇതം ശരീരം അപിച്ച, ഈ ശരീരത്തെയും എനിക്ക് വേണ്ട, അപ്പൊ ഞാനിത് ഉപേക്ഷിക്കുകയാണ്. അപ്പൊ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ വേണമെങ്കിൽ ഇതിനെ തിന്നോ എന്നാ പറയണത്. നതു ശക്ഷ്യാമ്യുപക്രോശം പൃഥിവ്യാം ധാതുമാത്മനഃ, പൃഥിവ്യാം ആത്മനഃ ഉപക്രോശം ദാതും ന ശക്ഷ്യാമി. ഈ ഭൂമിയില് എനിക്ക് ഉപക്രോശം എന്ന് പറഞ്ഞാല് ദുഷ്പേര്, ആരെങ്കിലും എന്നെ അടുത്ത് നിന്ന് നിന്ദിക്കുന്ന വാക്കുകൾ പറയുക എന്നുള്ളത്, അത് ദാതും ന ശക്ഷ്യാമി, അത് വരുത്തുവാൻ ഞാൻ ശക്തയല്ല. അപ്പൊ ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ ശക്തയല്ല. ഒരിക്കലും ഞാൻ നിനക്ക് വഴങ്ങിക്കൊണ്ട്, നിനക്ക് അധീനയായിക്കൊണ്ട് ഞാൻ ചീത്തപ്പേരുണ്ടാക്കുകയില്ല. ഏവമുക്ത്വാ തു വൈദേഹി ക്രോധാത് സുപരുഷം വചഃ രാവണം മൈഥിലി തത്ര പുനർനോവാച കിഞ്ചന. ആ മൈഥിലി വൈദേഹി രാവണം തു ക്രോധാത് സുപരുഷം വചഃ തത്ര ഏവമുക്ത്വാ, ആ രാവണനോട് പരുഷമായിട്ടുള്ള ഇപ്രകാരമുള്ള വാക്കുകളെ പറഞ്ഞിട്ട് പുനഃ കിഞ്ചന നൗവാച, പിന്നൊന്നും മിണ്ടാതിരുന്നു. സീതായ വചനം ശ്രുത്വാ പരുഷം രോമഹർഷണം പ്രത്യുവാച തത സീതാം ഭയസന്ദർശനം വചഃ. രോമഹർഷണം പരുഷം സീതായ വചനം ശ്രുത്വ, ക്രോധം കൊണ്ട് ദേഷ്യം കൊണ്ട് രോമാഞ്ചമുണ്ടാക്കുന്ന കഠിനമായിട്ടുള്ള സീതാദേവിയുടെ വാക്ക് കേട്ട് തതഃ സീതാം ഭയസന്ദർശനാം വചഃ പ്രത്യുവാച, പിന്നീട് സീതയ്ക്ക് ഭയത്തെ സന്ദർശിപ്പിക്കുന്നത്, ഭയത്തെ ജനിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകളെ ആ രാവണൻ പറയുകയാണ്. ശൃണു മൈഥിലി മദ്വാക്യം മാസാൻ ദ്വാദശ ഭാമിനി കാലേനാനേന നാഭ്യേഷി യദി മാം ചാരുഹാസിനി തതസ്ത്വാം പ്രാതരാശാർത്ഥം സൂതാശ്ചേസ്യന്തി ലേശസഃ. ഹേ മൈഥിലി, അല്ലയോ സീതേ, മദ്വാക്യം ദ്വാദശ മാസാൻ ശൃണു, എന്റെ വാക്യത്തിന് ഞാനിതാ വാക്യം പറയുന്നു, 12 മാസങ്ങൾക്കകം നീ എനിക്ക് എന്റെ വാക്കുകളെ കേൾക്കണം, എനിക്ക് വഴിപ്പെട്ടു വരണം. ഹേ ഭാമിനി സുന്ദരി, അനേന കാലേന മാം ന അഭ്യേഷീയതി, ഈ കാലം കൊണ്ട് നീ എന്നെ പ്രാപിക്കുന്നില്ല എങ്കിൽ ചാരുഹാസിനി, നന്നായി പുഞ്ചിരിക്കുന്നവളെ, തതഃ ത്വാം പ്രാതരാശാർത്ഥം, അപ്പോൾ നിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായി കൊണ്ട്, പ്രാതരാശം എന്ന് പറഞ്ഞാൽ പ്രാതകാലത്ത് അശിക്കാൻ, അപ്പൊ എന്റെ പ്രഭാത ഭക്ഷണത്തിനായി കൊണ്ട്, സൂതാഹ, സൂതന്മാർ എന്നാൽ ഇവിടെ പാചകക്കാര്, അടുക്കളയിലുള്ള പാചകക്കാര്, ലേശസഹ ഛേത്സ്യന്തി, നിന്നെ തുണ്ടം തുണ്ടമായിട്ട് ലേശം ലേശമായിട്ട് ഛേദിക്കും. അപ്പൊ നിന്നെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിട്ട് അല്ലെ മസാലക്കറി വെച്ച് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തരും. 12 മാസമാണ് നിനക്കുള്ള അവധി. ഇത്യുക്ത്വാ പരുഷം വാക്യം രാവണഃ ശത്രുരാവണഃ രാക്ഷസീശ്ച തതഃ ക്രുദ്ധഃ ഇദം വചനമബ്രവീത്. ആ ശത്രുരാവണഃ, രാവണഃ ശത്രുക്കളെയെല്ലാം കരയിപ്പിക്കുന്നവൻ എന്നർത്ഥം. ശത്രുരാവണൻ, രാവണൻ എന്ന പേരോടുകൂടിയ ഈ രാക്ഷസൻ ക്രുദ്ധനായിട്ട് പരുഷം വാക്യം ഇതി ഉക്ത്വാ, സീതയോട് അതികഠിനമായ വാക്കുകളെ ഇങ്ങനെ പറഞ്ഞിട്ട് തതഃ രാക്ഷസീഹി ച ഇദം വചനമബ്രവീത്, പിന്നീട് അവിടെ ചുറ്റൂരിക്കുന്ന രാക്ഷസിമാരോടായിട്ട് ഈ വാക്കുകളെ പറഞ്ഞു. ശീഘ്രമേവ ഹി രാക്ഷസ്യോ വികൃതാ ഘോരദർശനാഃ ദർപ്പമസ്യാ വിനേഷ്യദ്വം മാംസശോണിതഭോജനാഃ. മാംസശോണിതഭോജനാഃ ഘോരദർശനാഃ വികൃതാഃ രാക്ഷസ്യഃ. രാക്ഷസികളെ എന്ന് വിളിക്കുകയാണ്. എങ്ങനെയുള്ള രാക്ഷസികളെ?
ചോരയും മാംസവും ഒക്കെ ഭുജിച്ച് ഭയങ്കരകളായി കാണുന്ന ഉഗ്രരൂപം ധരിച്ചിരിക്കുന്നവരായ രാക്ഷസികളെ, ശീഘ്രമേവ അസ്യാഹി ദർപ്പം വിനേഷ്യദ്വം, നിങ്ങൾ അധികം താമസിയാതെ ഇവളുടെ ഗർവത്തെ ശമിപ്പിക്കുവിൻ. ഇവളെ ഭയപ്പെടുത്തി ഒന്ന് പദം വരുത്തിൻ എന്നർത്ഥം. ഇവളെ പാകപ്പെടുത്തിയെടുക്കുവിൻ. വചനാദേവതാസ്തസ്യ സുഘോരാ രാക്ഷസീഗണാഃ കൃതപ്രാഞ്ജലയോ ഭൂത്വാ മൈഥിലീം പര്യവാരയൻ. സുഘോരാഃ താ രാക്ഷസീഗണാഃ, ആ ഭയങ്കരികളായിട്ടുള്ള രാക്ഷസി കൂട്ടങ്ങൾ, കൃതപ്രാഞ്ജലയഃ ഭൂത്വാ, ആ രാവണനെ നോക്കി അഞ്ജലിയോടുകൂടിയവരായിട്ട് രാവണനെ കൈതൊഴുതുകൊണ്ട്, തസ്യ വചനാദേവ മൈഥിലീം പര്യവാരയൻ, അവന്റെ ആജ്ഞ കേട്ട ഉടനെ തന്നെ മൈഥിലിയുടെ ചുറ്റും കൂടി. മൈഥിലിയെ എല്ലാരും വളഞ്ഞുകൊണ്ടിരുന്നു. സതാഃ പ്രോവാച രാജാതു രാവണോ ഘോരദർശനഃ പ്രചാല്യ ചരണോത്കർഷൈഃ ധാരയന്നിവ മേദിനീം. സഹ ഘോരദർശനഃ രാജാ രാവണഃ പ്രചാല്യ ചരണോത്കർഷൈഃ മേദിനീം ധാരയന്നിവ താം തു പ്രോവാച. അപ്പോ ആ രാവണൻ, ഘോരദർശനനായ രാവണൻ രാജാവ്, പ്രചാല്യ ചലിച്ചുകൊണ്ട് എന്താ പറയുക, അവിടുന്ന് എഴുന്നേറ്റുകൊണ്ട്, ചരണോത്കർഷൈഹി മേദിനിയും ധാരയന്നിവ, തന്റെ കാലുകൾ കൊണ്ടുള്ള ഉത്കർഷം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഘർഷണം, ചവിട്ട്, അതുകൊണ്ട് മേദിനിയും ധാരയൻ ഇവ, ഭൂമിയെ പിളർക്കുമാറ്, ദേഷ്യപ്പെട്ട് ചവിട്ടിക്കൊണ്ട് പോവണേ. അപ്പൊ ഭൂമിയെ പിളർക്കുമാറ് ചവിട്ടിക്കൊണ്ട്, താഹാ പ്രോവാച, ആ സ്ത്രീകളോട് ഇപ്രകാരം ആജ്ഞാപിച്ചു. അശോകവനികാ മധ്യേ മൈഥിലീ നീയതാം ഇയം തത്രേയം രക്ഷ്യതാം ഗൂഢം യുഷ്മാഭിഹി പരിവാരിതാം. അപ്പം ഈ അന്തഃപുരത്തിലല്ല അവളെ താമസിപ്പിക്കേണ്ടത്, അശോകവനികയിലേക്ക് കൊണ്ടുപോകണമെന്ന. ഇയം മൈഥിലി അശോകവനിക മധ്യേ നീയതാം, ഈ മൈഥിലി അശോകവനിക മധ്യത്തിലേക്ക് നയിക്കപ്പെടട്ടെ. ഇയം തത്ര യുഷ്മാഭിഹി പരിവാരിത ഗൂഢം രക്ഷതാം, ഇവൾ അവിടെ നിങ്ങളാൽ രക്ഷിക്കപ്പെട്ടവരായിട്ട്, നിങ്ങളാൽ ചുറ്റപ്പെട്ടവളായിട്ട് രഹസ്യമായി രക്ഷിക്കപ്പെടട്ടെ. അപ്പോ അന്തഃപുരം എന്ന് പറഞ്ഞാൽ സേഫ് അല്ല. രാമനോ രാമന്റെ ആളുകളോ വരുമ്പോ ആദ്യം എവിടേക്കാ നോക്കുക? അന്തഃപുരത്തിലേക്കാ നോക്കുക, അല്ലേ? അപ്പൊ പിടികിട്ടും വേഗം. അപ്പൊ ആരും തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ പാടില്ല. അതിനാണ് രഹസ്യമായിട്ടുള്ള ഒരു വനത്തിലേക്ക്, അശോകവനിക എന്ന് പറയുന്ന ആ പൂന്തോട്ടത്തിലേക്ക്, രാവണന്റെ പ്രിയപ്പെട്ട ഉദ്യാനമാണത്, അവിടേക്ക് അയക്കുകയാണ്. അവിടെ ആവുമ്പോൾ ആരും വന്ന് നോക്കില്ല. ആരെങ്കിലും അല്ലേ, ഉദ്യാനത്തിലെ ഓപ്പണായിട്ടുള്ള മരങ്ങളുടെ ചുവട്ടില് സീതയെ ആരെങ്കിലും കൊണ്ടുവയ്ക്കുമോ എന്ന് വിചാരിച്ച് ആരും പോകില്ല. അപ്പൊ അതുകൊണ്ടാണ് ഹനുമാൻ സ്വാമിക്ക് എത്ര തെരഞ്ഞിട്ടും കുറേ കഷ്ടപ്പെടേണ്ടി വന്നു സീതയെ കണ്ടുപിടിക്കാൻ. സുന്ദരകാണ്ഡത്തിൽ കാണാം എത്ര 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 സർഗങ്ങളിലാണ് ഹനുമാൻ സ്വാമി ഓരോരോ സ്ഥലത്തും ചെന്ന് ഇതാണോ സീത, ഇതാണോ സീത, ഇതാണോ സീത എന്ന് നോക്കുന്നതായിട്ടുള്ള രംഗങ്ങളുണ്ട്. ഓരോ ഭാഗത്തും സുന്ദരികളായിട്ടുള്ള രാക്ഷസ സ്ത്രീകള് മദ്യപാനം ചെയ്ത് മാംസകഷ്ടം പോലെ ഭക്ഷിച്ചുകൊണ്ട് അല്പവസ്ത്രധാരിണികളായിട്ട് ബോധം കെട്ട് കിടന്നുറങ്ങുന്ന രംഗങ്ങള് ഓരോരോ രീതിയിൽ ഓരോ അന്തഃപുരത്തിലും കിടക്കുന്നതായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അതിൽ അവസാനം മണ്ഡോദരിയെ കണ്ടപ്പോൾ ഇത് തന്നെ സീത എന്ന് ഹനുമാൻ സ്വാമി ധരിക്കുന്നുണ്ട്. കാരണം അന്ന് കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ, ഫോട്ടോ ഒന്നും ഇല്ലല്ലോ കൊണ്ടുപോകാൻ. അപ്പൊ ഊഹിച്ചു ഇത് സീതയായിരിക്കും, അത്രയും സുന്ദരിയാണ്, എല്ലാ ലക്ഷണമുള്ളവളാണ് എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെയും തോന്നി എന്റെ സീത, രാമന്റെ സീത ഇങ്ങനെ കിടക്കാൻ വഴിയില്ല, അല്ലെ? ഈ മദ്യപാനം ചെയ്ത് ബോധമില്ലാതെ കിടക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് പിന്നെയും നിരാശനായി വീണ്ടും 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 തെരഞ്ഞിട്ടാണ് അച്ഛന്റെ സഹായത്തോടെ, ആരാച്ഛൻ വായു ഭഗവാൻ സഹായത്തോടെ അശോകവനികയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ ഇതാണ് ആ അശോകവനികയിലേക്ക് ഇവളെ കൊണ്ടുപോയി രക്ഷിക്കൂ ഗൂഢമായിട്ട്. തത്രൈനാം തർജനൈർഘോരൈഃ പുനഃ സാന്ത്വൈശ്ച മൈഥിലീം ആനയദ്വം വശം സർവാ വന്യാം ഗജവധൂമിവ. വന്യാം ഗജവധൂമിവ തത്ര പുനഃ ഘോരൈഃ തർജനൈഃ സാന്ത്വൈഃ ച ഏനാം മൈഥിലീം സർവാഹ വശമാനയദ്വം. നിങ്ങൾ എല്ലാവരും കൂടി സർവാഹ മമ വശമാനയദ്വം, ഇവളെ എന്റെ വശത്താക്കി കൊണ്ടുവരൂ.
എങ്ങനെയൊക്കെ വന്യാം ഗജവധവും ഇവ ഒരു വനത്തിൽ നിന്ന് പിടിച്ച ഒരു പിടിയാനയെ എങ്ങനെയാണോ പീഡിപ്പിച്ച് അല്ലെ അതിനെ ചട്ടം പഠിപ്പിക്കുക പാപ്പാന്മാര്, അതുപോലെ എന്നർത്ഥം. അപ്പൊ ഒരു കാട്ടിൽ നിന്ന് പിടിച്ച ആനയെ മെരുക്കും പോലെ ഈ ഘോരങ്ങളായ തർജനം ഭയപ്പെടുത്തുന്ന ഭീഷണി വാക്കുകൾ, അതുപോലെ സാന്ത്വൈഹി നല്ല വാക്കുകളും പറയണം ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് സാമം ദാനം ഭേദം നർത്ഥം 3 മാർഗങ്ങളെ കൊണ്ടും സാമദാന ഭേദങ്ങളെ കൊണ്ട് ഈ മൈഥിലിയുടെ മനസ്സിനെ എനിക്ക് അധീനമാക്കി ചെയ്യൂ. നിങ്ങൾ ഒരു എന്താ പറയുക, പിടിയാനയെ കാട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മെരുക്കുമോ അതുപോലെ. ഇതി പ്രതിസമാദിഷ്ടാ രാക്ഷസ്യോ രാവണേന താഹ അശോകവനികാം ജഗ്മുഹു മൈഥിലീം പ്രതിഗൃഹ്യതു സർവകാമബലൈർവൃക്ഷൈഃ നാനാപുഷ്പബലൈർവൃതാം സർവകാലമതൈശ്ചാപി ദ്വിജൈഃ സമുപസേവിതാം. അങ്ങനെ ഇതി പ്രതിസമാദിഷ്ടാ രാക്ഷസ്യഃ രാവണേന, രാവണനാൽ ഇപ്രകാരം ആജ്ഞാപിക്കപ്പെട്ടവരായ ആ സ്ത്രീകൾ, ആ രാക്ഷസ സ്ത്രീകൾ എല്ലാവരും കൂടി അവളെ സ്വീകരിച്ചുകൊണ്ട് പ്രതിഗൃഹ്യ എന്ന് പറഞ്ഞ ആരെ, മൈഥിലിയും പ്രതിഗൃഹ്യ, ആ മൈഥിലിയെ സ്വീകരിച്ചുകൊണ്ട് ജഗ്മുഹു ഗമിച്ചു. എവിടേക്ക് ഗമിച്ചു? ആ വനത്തിലേക്ക് ഗമിച്ചു. എങ്ങനെയുള്ള വനം? സർവകാമഫലൈ നാനാ പുഷ്പഫലൈ വൃക്ഷൈ വൃതാം, എല്ലാ കാലത്തുള്ളതായിട്ടുള്ള പഴങ്ങളും പൂക്കളും കായ്കളും എല്ലാം ഉള്ളതായിട്ടുള്ള വൃക്ഷങ്ങൾ നിറഞ്ഞതും സർവകാലമതൈഹി ദ്വിജൈഹി സമുപസേവിതാം, എല്ലാ കാലത്തും മതിച്ച് തേൻ കുടിച്ചും പഴങ്ങൾ കഴിച്ചും എല്ലാം വേണ്ടതൊക്കെ ഭക്ഷിച്ച് എന്താ പറയുക കൂത്തുമറിയുന്ന പക്ഷികളെ കൊണ്ട് നിറഞ്ഞതും ധാരാളം സേവിക്കപ്പെട്ടതുമായിരിക്കുന്ന അശോകവനികാം, ആ അശോകവനികയിലേക്ക് ആ രാവണന്റെ വാക്കുകൾ അനുസരിച്ച് ഈ സ്ത്രീകൾ സീതയെയും കൂട്ടിക്കൊണ്ട് ഗമിച്ചു. അങ്ങനെ അശോകവനികയിലേക്ക് പോയി. സാധു ശോകപരീതാംഗി മൈഥിലി ജനകാത്മജ രാക്ഷസീ വശമാപന്ന വ്യാഘ്രീണാം ഹരിണീയതാ. ആ ദേവിയാവട്ടെ സാധു സീതാദേവി ശോകപരീതാംഗി, ശോകം കൊണ്ട് ദുഃഖം കൊണ്ട് ചിത്തം തപിക്കുന്നവളായിട്ട്, മൈഥിലി ആ ജനകാത്മജ രാക്ഷസീ വശമാപന്ന, രാക്ഷസികളുടെ വശത്ത് പെട്ടവളായിട്ട്, ഏതുപോലെ വ്യാഘ്രീണാം ഹരിണീയത, വ്യാഘ്രികൾ എന്ന് പറഞ്ഞാൽ പുലികൾ, പെൺപുലികൾ, ഈറ്റപ്പുലികളുടെ ഇടയിൽപ്പെട്ട ഒരു മാൻപേടയെ പോലെ പാവം സീത വിഷമിക്കുകയാണ്, പേടിച്ച് വിറയ്ക്കുകയാണ് ഇവരുടെ നടുവില്. ശോകേന മഹദാഗ്രസ്ത മൈഥിലി ജനകാത്മജ ന ശർമ്മലപദേ ഭീരുഹു പാശബദ്ധ മൃഗീയത. ആ ജനകാത്മജ മൈഥിലി പാശബദ്ധ മൃഗീയത, വലയിലോ കയറിലോ അകപ്പെട്ടതായിട്ടുള്ളൊരു പെൺമാനിനെ പോലെ, പേടമാനിനെ പോലെ, മഹദാശോകേന ഗ്രസ്ത, വലിയ ശോകത്താൽ ഗ്രസിക്കപ്പെട്ടവളായി, ഭീരുഹു ഭയപ്പെട്ടവളായി, ശർമാനലഭതേ സന്തോഷം സുഖം ഒന്നും ലഭിക്കാതെ, തനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗമൊന്നും ഇല്ലാതെ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. ന വിന്ദതേ തത്രതു ശർമ്മ മൈഥിലി വിരൂപനേത്രാവിരതീവ തർജിത പതിം സ്മരന്തി ദൈതം സലക്ഷ്മണം വിഛേദനാഭൂദ്ഭയശോകപീഡിത. തത്ര മൈഥിലി വിരൂപനേത്രാഭിഃ അതീവ തർജിത. ആ അശോകവനികയിൽ ആ മൈഥിലിയാകട്ടെ വിരൂപനേത്രകളായ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ കോങ്കണ്ണും അല്ലെങ്കിൽ 3 കണ്ണും 2 കണ്ണും ഒറ്റക്കണ്ണും അങ്ങനെയൊക്കെ പലതരത്തിൽ കണ്ണുകളുള്ളവരാണ് ഈ സ്ത്രീകൾ. അവരെ കുറിച്ചൊക്കെ ഇനി ഹനുമാൻ സ്വാമി സുന്ദരകാണ്ഡത്തിൽ കാണുന്നത് വർണ്ണിക്കുന്നുണ്ട്. അപ്പോ പലതരത്തിലുള്ള കണ്ണുകളാണ് ഓരോരുത്തർക്കും. അപ്പൊ അങ്ങനെയുള്ള സാധാരണ നേത്രങ്ങളല്ല എന്ന് പറയാ. അങ്ങനെ വിരൂപനേത്രങ്ങളോട് കൂടിയവരായ ആ രാക്ഷസികളാൽ നല്ലപോലെ ഭീഷണിപ്പെടുത്തുന്നവളായ സീതാദേവി ശർമ്മതു നവിന്ദതേ, അല്പം പോലും സമാധാനമോ സുഖമോ കിട്ടുന്നില്ല. ഭയശോക പീഡിത, ഭയത്താലും ശോകത്താലും പീഡിപ്പിക്കപ്പെട്ടവളായിട്ട് സലക്ഷ്മണം ദൈതം പതിം സ്മരന്തി, ആ സഹോദരനായ ലക്ഷ്മണനോടുകൂടിയ തന്റെ ഭർത്താവായ രാമനെ സ്മരിക്കുന്നവളായിക്കൊണ്ട് വിചേതന അഭൂത്,
ഒരു ചൈതന്യവുമില്ലാതെ ജഡം പോലെ അവിടെ ഭവിച്ചു. ഒരു ശില്പം പോലെയായി എന്നർത്ഥം. അല്പം പോലും ചേഷ്ടയൊന്നുമില്ലാതെ ഭയപ്പെട്ടുകൊണ്ട് ഭർത്താവിനെ തന്നെ സ്മരിച്ചുകൊണ്ട് കഴിയുകയാണ്. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകീയേ ആദികാവ്യാരണ്യകാണ്ഡേ ഷഡ്പഞ്ചാശ സർഗഃ 56 സർഗം പൂർണ്ണം.
അപ്പം 56-ാം സർഗം കഴിഞ്ഞു. 57-ാം സർഗം തിരിച്ച് നമ്മൾ പഞ്ചവടിയിലേക്ക് പോവുകയാണ്, രാമലക്ഷ്മണന്മാരുടെ അടുത്തേക്ക്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു സർഗം, പ്രക്ഷിപ്തമായിട്ടുള്ളൊരു സർഗമുണ്ട്. എന്നുവെച്ചാൽ ഒറിജിനൽ വാൽമീകിയുടെ എല്ലാം അർത്ഥം. പ്രക്ഷിപ്തം എന്ന് പറഞ്ഞാൽ ആരോ ഇടയിൽ കൊണ്ടുപോയി പ്രക്ഷേപിച്ചത്, നിക്ഷേപിച്ചത്. അതങ്ങനെ നമ്മുടെ പല പുരാണങ്ങളിലും പലരും പലതും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് ഈ ഇതിൻ്റെയൊക്കെ മർമ്മം അറിയുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പം ഇവിടെ ഈ രാമായണത്തിന്, വാൽമീകി രാമായണത്തിന് ഒരു മർമ്മമുണ്ട്. അതിൻ്റെ മർമ്മം ഒരു കോഡായിട്ട് വെച്ചിട്ടുണ്ട്. എന്താണ്? ഗായത്രി രാമായണം എന്ന്. ഗായത്രി മന്ത്രത്തിൽ 24 അക്ഷരങ്ങളാണ്. ആ 24 അക്ഷരങ്ങളിലെ ഓരോ അക്ഷരം കൊണ്ടും ആണ് ഒരു 1000 ശ്ലോകം കഴിഞ്ഞാൽ 1001-ാമത്തെ ശ്ലോകം തുടങ്ങുക. അപ്പൊ ആദ്യത്തെ ശ്ലോകം ആരംഭിക്കുന്നതിന് തപസ്വാധ്യായ നിരതം എന്ന് പറഞ്ഞ് വാൽമീകി മുനിപുങ്കവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകം ആരംഭിക്കുന്നത് ഇതിലെ രാമായണത്തിലോ വാൽമീകി രാമായണത്തിലോ. അപ്പൊ തപ എന്നുള്ളതിൽ ആ ത എന്താണ്? തത് സവിതുർവരേണ്യം എന്നുള്ളതിലെ തത് സവിതുർവരേണ്യം എന്നുള്ളത് തകാരം കൊണ്ട് ആരംഭിച്ചു. പിന്നെ അടുത്ത 1001-ാമത്തെ ശ്ലോകം ആരംഭിക്കുക ആ സവിതു എന്നുള്ള സകാരം കൊണ്ടാണ്. അത് കഴിഞ്ഞ് വികാരം കൊണ്ടാണ് മൂന്നാമത്തെ, അതായത് 2001-ാമത്തെ ശ്ലോകം ആരംഭിക്കുക. സവിതുർ എന്നുള്ളതിൽ വി തൂ വെച്ചിട്ടാണ് 3001-ാമത്തെ ശ്ലോകം ആരംഭിക്കുക. വരേണ്യത്തിലെ വാ വെച്ചിട്ടാണ് 4001-ാമത്തെ ശ്ലോകം ആരംഭിക്കുക. ഇങ്ങനെ കൃത്യം 24,000 ശ്ലോകം, ഈ പറഞ്ഞ 1, 1001, 2001, 3001 എന്നുള്ള ശ്ലോകങ്ങളിൽ ഗായത്രി മന്ത്രം വരണം. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അതിന്റെ ഇടയിലുള്ളത് പ്രക്ഷിപ്തങ്ങളുണ്ട് എന്നർത്ഥം. അങ്ങോട്ടും കൂടോ ഇതിനെ അല്ലേ മിസ്പ്ലേസ് ചെയ്യിക്കുന്നു. അപ്പൊ അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് മഹാത്മാക്കള്, മഹാകവികള് ഒക്കെ അത് വേർതിരിച്ചറിയുക. അപ്പൊ അങ്ങനെ വേർതിരിക്കുമ്പോൾ ഇതിൽ വരാത്ത, ഇതിനോട് യോജിക്കാത്ത ചില കാര്യങ്ങളും കൂടെ ഇടയിൽ വന്നിരിക്കുന്നു. അത് പ്രക്ഷിപ്തം എന്ന് പറയാം. എന്താ വെച്ചാൽ ഒരു ചെറിയ കഥയാണ്. ഈ സീതാദേവി ഇങ്ങനെ പരവശയായിട്ടിരിക്കുന്ന അവസ്ഥ, ദേഹം ഉപേക്ഷിക്കും, പ്രാണനെ ഉപേക്ഷിക്കും എന്നുള്ള മട്ടില് സീതാദേവി വിഷമിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള സന്ദർഭത്തില് ബ്രഹ്മാവ് വിഷമിക്കുന്നു. സീത ഇനിയിപ്പോ പ്രാണനെ ത്യജിച്ചാൽ കഷ്ടമായി പോവും. അപ്പോ രാമൻ വന്ന് സീതയെ വീണ്ടെടുക്കാനും മറ്റുമൊക്കെ പ്രയത്നം ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് സീതയുടെ പ്രാണൻ നിലനിൽക്കേണ്ടതാണ്. അതിനുവേണ്ടി അദ്ദേഹം ഇന്ദ്രനെ വിളിച്ച് ഇന്ദ്രനോട് പറയണം, ചെന്ന് സീതാദേവിയെ ആശ്വസിപ്പിച്ച് അവൾ പ്രാണനെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും കൊടുക്കാനായിട്ട്. അങ്ങനെ ഇന്ദ്രൻ നിദ്രാദേവിയെയും കൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നു. ഭൂമിയിൽ വന്ന് നിദ്രാദേവിയെ കൊണ്ട് രാവണനെയും രാക്ഷസികളെയും എല്ലാവരെയും ഉറക്കിക്കിടത്താൻ പറഞ്ഞ് ഇന്ദ്രൻ സീതയെ ചെന്ന് കാണുകയാണ് ഒരു പായസത്തോട് കൂടിയിട്ട്, ഒരു ഹവിസ്. ആ പായസം ഭുജിക്കാനായിട്ട് സീതയോട് ആവശ്യപ്പെടുന്നു. ഞാൻ ഇന്ദ്രനാണ്, ബ്രഹ്മദേവൻ പറഞ്ഞു വരികയാണെന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങ് ഇന്ദ്രനാണെന്നുള്ളതിന് എന്താ തെളിവ് എന്നൊക്കെ സീതാദേവി ചോദിക്കുന്നതും, മുമ്പ് സീതാദേവി കണ്ടിട്ടുണ്ട് ഇന്ദ്രനെ. എവിടെ വെച്ച്? മറ്റേ മഹർഷിമാരുടെ ആശ്രമത്തിൽ വെച്ച്, സുതീക്ഷ്ണന്റെ ശരഭംഗന്റെയൊക്കെ ആശ്രമത്തിൽ വെച്ച്. ആ ലക്ഷണങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോ ഇന്ദ്രൻ നിലം തൊടാതെ നിന്നു, കണ്ണടയ്ക്കാതെ നിന്നു. ഇന്ദ്രന്റെ ആ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് കഥ. അപ്പൊ സീത വിശ്വാസത്തോടുകൂടി ആ ഹവിസ് വാങ്ങി, ഇത് രാമന്, ഇത് ലക്ഷ്മണന് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് മാറ്റിവെച്ചു. നമ്മളൊക്കെ അല്ലെ പിറന്നാളിന് ഒരു ഉരുള ഉരുട്ടി മാറ്റി വെക്കണം. ആർക്ക്? യമായ ഇതം എന്ന് പറഞ്ഞിട്ട്, ഇത് യമനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കും. എന്നതുപോലെ ഭർത്താവിനും
ദേവരനും അല്പാൽപ്പം മാറ്റിവെച്ച ശേഷം ബാക്കിയുള്ള ഹവിസിനെ ആ സീതാദേവി ഭുജിച്ചു എന്ന് പറയണം. അങ്ങനെ അവള് ആരോഗ്യമുള്ളവളായി, അല്ലെങ്കിൽ മരിക്കാതെ രാമൻ വന്ന് വീണ്ടെടുക്കുന്നത് വരെ ജീവനോടുകൂടി ഇരിക്കാനുള്ള അമൃത സമാനമായിട്ടുള്ളൊരു പായസം കൊണ്ടുപോയിട്ട് കൊടുത്തു എന്നൊരു കഥ പ്രക്ഷിപ്തമാണ്. എന്നാലും സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇങ്ങനൊരു കഥ ഇടയിലുണ്ട്. അത് പക്ഷേ വാൽമീകിയുടെ അല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്കിനി 57-ാം സർഗത്തിലേക്ക് കിടക്കാം. അത് സപ്തപഞ്ചാശസർഗഃ. രാക്ഷസം മൃഗരൂപേണ ചരന്തം കാമരൂപിണം നിഹത്യ രാമോ മാരീചം തൂർണം പതി നിവർത്തതേ. ആ രാമഃ കാമരൂപിണം മൃഗരൂപേണ ചരന്തം രാക്ഷസം മാരീചം നിഹത്യ. രാമൻ കാമരൂപി, ഇഷ്ടംപോലെ രൂപം ധരിച്ചവനായിട്ടുള്ള മൃഗരൂപത്തിൽ, മാനിന്റെ രൂപത്തിൽ വന്നതായി ചരിച്ച രാക്ഷസനായ മാരീചനെ കൊന്നിട്ട് തൂർണം പതി നിവർത്തതേ, വേഗത്തിൽ തിരിച്ചു വരികയാണ്, വേഗം മടങ്ങി വരികയാണ്. ആ സമയത്ത് തസ്യ സംത്വരമാണസ്യ ദ്രഷ്ടുകാമസ്യ മൈഥിലീം ക്രൂരസ്വരോത ഗോമായുഃ വിനനാദാസ്യ പൃഷ്ഠതഃ. മൈഥിലീം ദ്രഷ്ടുകാമസ്യ തസ്യ സംത്വരമാണസ്യ പൃഷ്ഠതഃ. മൈഥിലിയെ കാണുവാൻ കൊതിയോടുകൂടി വേഗത്തിൽ വരുന്നവനായിട്ടുള്ള ആ രാമന്റെ പുറകിൽ നിന്ന് തസ്യ പൃഷ്ഠതഃ, അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന്, അത് ഗോമായുഹു, ഗോമായു എന്ന് പറഞ്ഞ കുറുക്കൻ, ക്രൂരസ്വരഃ വിനനാദ, അതിക്രൂരമായ സ്വരത്തിൽ നാദം ചെയ്തു എന്ന് പറഞ്ഞാല് ഒരു ദുശകുനം, ദുർനിമിത്തം എന്ന് പറയാം. പിന്നിൽ നിന്നുള്ള കുറുനരിയുടെ ഓരിയിടൽ കേട്ട് രാമൻ ഭയപ്പെടുകയാണ്. എന്താ? സതസ്യ സ്വരമാജ്ഞായ ദാരുണം രോമഹർഷണം ചിന്തയാമാസ ഗോമായോഃ സ്വരേണ പരിശങ്കിതഃ. സഹ രോമഹർഷണം ദാരുണം തസ്യ ഗോമായോഃ സ്വരമാജ്ഞായ. ആ രാമൻ ഭയം കൊണ്ട് രോമാഞ്ചമുണ്ടാക്കും പോലെയുള്ള ആ ദാരുണമായിരിക്കുന്ന, കേൾക്കുന്നവർക്കൊക്കെ കഠിനമായി തോന്നുന്ന ആ കുറുക്കന്റെ സ്വരം കേട്ടിട്ട്, ഓരിയിടൽ കേട്ടിട്ട് സ്വരേണ പരിശങ്കിതഃ ചിന്തയാമാസ, ആ സ്വരം കൊണ്ട് സംശയമുണ്ടായി, ശങ്കയോടുകൂടി ചിന്തിക്കുകയാണ് രാമൻ. അശുഭം ബദമന്യേഹം ഗോമായുർവാശ്യതേ യഥാ സ്വസ്തി സ്യാദത വൈദേഹ്യ രാക്ഷസൈർഭക്ഷണം വിനാ. ഗോമായുഹു ബദ വാശ്യതേ, കുറുക്കൻ എന്താ ഇങ്ങനെ ഓരിയിടുന്നത്? യഥാ അശുഭം അഹം മന്യേ, എന്തോ ഒരു അശുഭമുണ്ട് എന്ന് ഞാൻ കരുതുന്നു, എന്തോ ഒരു ദുർനിമിത്തമാണ്. അത് വൈദേഹ്യാഹ രാക്ഷസൈ ഭക്ഷണം വിനാ സ്വസ്തി സ്യാദ്. ആ സീതാദേവി രാക്ഷസന്മാരാൽ ഭക്ഷിക്കപ്പെടാതെ സ്വസ്ഥയായിരിക്കട്ടെ. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് രാമൻ, സീത രാക്ഷസന്മാരുടെ ഭക്ഷണമായി തീരാതിരിക്കട്ടെ. മാരീചേനതു വിജ്ഞായ സ്വരം ആലക്ഷ്യ മാമകം വികൃഷ്ടം മൃഗരൂപേണ ലക്ഷ്മണഃ ശൃണുയാത് യദി. ലക്ഷ്മണഃ മൃഗരൂപേണ മാരീചേന മാമകം സ്വരമാലക്ഷ്യ വിജ്ഞായ വികൃഷ്ടം യദി ശൃണുയാത്. ആ ലക്ഷ്മണൻ മാനായിട്ട് വന്ന മാരീചനാൽ എന്റെ സ്വരത്തിൽ നിലവിളിച്ചു കരഞ്ഞു. അത് കേട്ടറിഞ്ഞിട്ട് ഞാൻ രക്ഷിക്കാൻ വിളിച്ചതാണെന്ന് ചിന്തിക്കുമോ? ആ ശബ്ദം കേട്ടിട്ടുണ്ടാവോ ലക്ഷ്മണൻ? സ സൗമിത്രി സ്വരം ശ്രുത്വാ താം ച ഹിത്വാ തു മൈഥിലീം തയൈവ പ്രഹിത ക്ഷിപ്രം മത്സകാശം ഇഹൈഷ്യതി. രാമൻ ചിന്തിക്കുകയാണ്, ആ സൗമിത്രി സ്വരം ശ്രുത്വാ, രാമന്റെ ശബ്ദത്തിലാണല്ലോ മാരീചൻ കരഞ്ഞത്. ആ ശബ്ദം കേട്ട് മൈഥിലീം ഹിത്വാതു, ആ മൈഥിലിയെ ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് വെടിഞ്ഞിട്ട് തയായേവ പ്രഹിത, ഇനി അഥവാ അവളാലും പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട് ഇഹ ക്ഷിപ്രം മത്സകാശമേഷ്യതീച്ച്, ഇപ്പൊ വേഗത്തിൽ എന്റെ അടുത്തേക്ക് വരുന്നതായിരിക്കും, എന്റെ മനസ്സ് പറയുന്നു എന്ന് രാമൻ ചിന്തിക്കുകയാണ്. രാക്ഷസൈ സഹിതൈർനൂനം സീതായാ ഇപ്സിതോ വദഃ
കാഞ്ചനശ്ച മൃഗോ ഭൂത്വാ വ്യപനീയാശ്രമാത്തുമാം ദൂരം നീത്വാ തു മാരീചോ രാക്ഷസോ ഭൂത്സരാഹതഃ ഹാ ലക്ഷ്മണ ഹതോസ്മീതി യദ്വാക്യം വ്യാജഹാരഃ. ആ രാക്ഷസനായ മാരീചൻ കാഞ്ചന മൃഗ ഭൂത്വാ സ്വർണമയമായ മാനായിട്ട് തീർന്നിട്ട് ആശ്രമാത് മാം വ്യപനീയ ആശ്രമത്തിൽ നിന്ന് എന്നെ ദൂരേക്ക് അപനയിച്ചു കൊണ്ടുവന്ന് ദൂരം നീത്വാ ശരാഹതഃ അഭൂത് വളരെ ദൂരത്തേക്ക് കൊണ്ടുവന്ന് എന്നാൽ ശരത്താൽ ഹനിക്കപ്പെട്ടവനായി. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഹാ ലക്ഷ്മണ ഹതഹാസ്മീതി യദ്വാക്യം വ്യാജഹാരഃ. ഹേ ലക്ഷ്മണ, ഞാനിതാ കൊല്ലപ്പെട്ടു എന്ന് വാക്യത്തെയും അവൻ പുറപ്പെടുവിച്ചു. അതുകൊണ്ട് സഹിതൈഹി രാക്ഷസൈഹി സീതായാഹ വധഃ ഈപ്സിതഃ നൂനം. ആ മാരീചന്റെ കൂടെ രാക്ഷസന്മാർ സഹിതന്മാരായി വന്നിട്ടുണ്ടാവും. അവരാൽ സീതയുടെ വധം തീർച്ചയായിട്ടും സംഭവിക്കാം. സീതയ്ക്ക് നാശം കരുതപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും. അപ്പൊ ലക്ഷ്മണൻ എന്നെ തെരഞ്ഞു വരുന്നുണ്ടാവും, എന്നെ രക്ഷിക്കാനായിക്കൊണ്ട്. സീത ഒറ്റപ്പെട്ടിട്ടുണ്ടാവും. മാരീചന്റെ കൂടെ വന്നതായിട്ടുള്ള രാക്ഷസന്മാർ സീതയെ ഉപദ്രവിക്കുന്നുണ്ടാവും. ലക്ഷ്മണസ്തദ്വച ശ്രുത്വാ മത്സകാശം ഇഹയിഷ്യതി അഭിസ്വസ്തി ഭവേത്താഭ്യാം രഹിതാഭ്യാം മയാ വനേ ജനസ്ഥാന നിമിത്തം ഹി കൃതവൈരോസ്മി രാക്ഷസൈഃ. ലക്ഷ്മണഃ തദ്വച ശ്രുത്വാ മത്സകാശം ഇഹയിഷ്യതി. ലക്ഷ്മണൻ ആ മാരീചനുണ്ടാക്കിയ എന്റെ ശബ്ദത്തെ കേട്ട് എന്റെ അടുത്തേക്ക് വരുന്നുണ്ടാവും. വനേ മയാ രഹിതാഭ്യാം താഭ്യാം അഭി സ്വസ്തി ഭവേത്. ആ വനത്തിൽ എന്നോട് കൂടാത്തവരായിട്ടുള്ള രണ്ടുപേർക്കും സ്വസ്തി ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കുകയാണ്, രണ്ടുപേർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ജനസ്ഥാന നിമിത്തം രാക്ഷസൈഃ കൃതവൈരഃ അസ്മിഹി. ആ ജനസ്ഥാനത്തിൽ വസിക്കുമ്പോൾ അനേക രാക്ഷസന്മാരെ, ഗരനെയും ഗരന്റെ കൂടെ വന്ന 14,000 പേരെയും കൊന്നുവല്ലോ. അത് നിമിത്തമായിട്ട് രാക്ഷസന്മാർക്കൊക്കെ എന്നോട് ശത്രുത ഉള്ളവനായി ഭവിച്ചിരിക്കുന്നു ഞാൻ. അപ്പൊ എല്ലാവരുടെയും ശത്രുവായി ഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചുറ്റും ശത്രുക്കൾ വളഞ്ഞിട്ടുണ്ട്. അവരുടെ മായാപണികളാണിതെല്ലാം. നിമിത്താനി ച ഘോരാണി ദൃശ്യന്തേ എത്ര ബഹൂനി ച ഇത്യേവം ചിന്തയൻ രാമഃ ശ്രുത്വാ ഗോമായുനിസ്വനം ആത്മനശ്ചാപനയനം മൃഗരൂപേണ രക്ഷസ ആജഗാമജനസ്ഥാനം രാഘവഃ പരിശങ്കിതഃ. തത്ര ബഹൂനി ഘോരാണി നിമിത്താനി ച ദൃശ്യന്തേ. ആ എന്താ പറയുക, കുറുക്കന്റെ ശബ്ദം മാത്രമല്ലാതെ എത്രയോ പലതരത്തിലുള്ള അപശകുനങ്ങൾ നിമിത്തങ്ങളായി കാണപ്പെടുന്നു. രാഘവഃ രാമഃ ഗോമായുനിസ്വനം ശ്രുത്വാ. ഈ കുറുക്കന്റെ കരച്ചിൽ കേട്ടിട്ട് മൃഗരൂപേണ രാക്ഷസ ആത്മനഃ അപനയനം ച ചിന്തയെന്ന്. ആ മാനിന്റെ രൂപത്തിൽ വന്ന മാരീചനാൽ തന്നെ ദൂരേക്ക് അകറ്റിയതിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ഇതിയേവം പരിശങ്കിതഃ ജനസ്ഥാനമാജഗാമ. ഇങ്ങനെയെല്ലാം പല ശങ്കകളോടെ ഭയപ്പെടുന്നവനായിക്കൊണ്ട് സീതയ്ക്കും ലക്ഷ്മണനും ഒന്നും സംഭവിക്കാതിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജനസ്ഥാനം എന്ന് പറയുന്ന അവർ താമസിച്ചിരുന്നിടത്തേക്ക് മടങ്ങുകയാണ്. തം ദീനമനസോ ദീനം ആസേതുർമൃഗപക്ഷിണഃ സവ്യം കൃത്വാ മഹാത്മാനം ഘോരാംശ്ച സസൃജുസ്വരാൻ. ദീനമനസഃ മൃഗപക്ഷിണഃ ദീനം തം മഹാത്മാനം ആസേതുഃ. പലതരത്തിലുള്ള ദീനമനസ്സോടുകൂടിയതായിട്ടുള്ള മൃഗങ്ങളും പക്ഷികളും മനസ്സ് ദീനമായിരിക്കുന്നവനായ രാമന്റെ അടുത്തേക്ക് എന്താ പറയുക, എല്ലാവരും കൂടി സമീപിച്ചു. രാവണനെ കണ്ട് ഭയപ്പെട്ട് അവിടുന്ന് പല പക്ഷിമൃഗങ്ങളൊക്കെ പറന്നു വന്നിട്ടുണ്ടല്ലേ, അവരെല്ലാം ഇവിടെ ശ്രീരാമന്റെ ചുറ്റുമെത്തി. സവ്യം കൃത്വാ ഘോരാൻ ച സ്വരാൻ സസൃജുഃ. ആ രാമന്റെ ഇടതുവശത്തായിട്ട് വന്നിട്ട് പലതരത്തിലുള്ള ഭയങ്കര ശബ്ദങ്ങളെയെല്ലാം അവരുണ്ടാക്കി. ആ ശബ്ദങ്ങളിലൂടെ എന്തോ ആപത്തിനെ സൂചിപ്പിച്ചു. താനി ദൃഷ്ട്വാ നിമിത്താനി മഹാഘോരാണി രാഘവഃ നിവർത്തതാദത്വരിതോ ജവേനാശ്രമമാത്മനഃ. രാഘവഃ മഹാഘോരാണി താനി നിമിത്താനി ദൃഷ്ട്വാ. ഭയങ്കരങ്ങളായിട്ടുള്ള നിമിത്തങ്ങളെയെല്ലാം കണ്ടിട്ട് രാഘവൻ ജവേനത്വരിതഃ വേഗം കൊണ്ട് തീവ്രമായി വേഗം നടക്കുന്നവനായിട്ട് ആത്മനഃ ആശ്രമം അത നിവർത്തത തന്റെ ആശ്രമത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരുന്നു. സതു സീതാംബരാരോഹാം ലക്ഷ്മണം ച മഹാബലം
ആജഗാമ ജനസ്ഥാനം ചിന്തയന്നേവ രാഘവഃ. ആ രാഘവൻ പരാരോഹാം സീതാം, തന്റെ സുന്ദരിയായ ഭാര്യയായ സീതയെക്കുറിച്ചും മഹാബലം ലക്ഷ്മണം ച ചിന്തയന്നേവ, മഹാബലശാലിയായ അനുജനായ ലക്ഷ്മണനെയും ചിന്തിച്ചുകൊണ്ട് ജനസ്ഥാനം ആജഗാമ, തങ്ങൾ വസിച്ചിരുന്ന പഞ്ചവടിയിലേക്ക് ഗമിച്ചുകൊണ്ടിരുന്നു. തതോ ലക്ഷ്മണമയാന്തം ദദർശ വിഗതപ്രഭം. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ തതഃ അനന്തരം ലക്ഷ്മണം വിഗതപ്രഭമായാന്തം ദദർശ, ആ ലക്ഷ്മണൻ മുഖം വാടിയവനായി തേജസ്സറ്റവനായി വളരെ ദുഃഖിതനായിട്ട് വരുന്നതായിട്ട് കണ്ടു. സീതാദേവിയുടെ നിന്ദാവചനങ്ങളൊക്കെ കേട്ട് നിവൃത്തിയില്ലാതെ, ഏട്ടന്റെ വാക്ക് പാലിക്കാൻ നിവൃത്തിയില്ലാതെ അവിടുന്ന് അപമാനിതനായി വന്നവനാണ് ലക്ഷ്മണൻ. അപ്പൊ ആ മുഖത്തതെല്ലാം വായിച്ചെടുക്കാം. തതോ അവിദൂരേ രാമേണ സമീയായ സ ലക്ഷ്മണഃ വിഷണ്ണസ്സു വിഷണ്ണേന ദുഃഖിതോ ദുഃഖഭാഗിനാ. തതഃ ദുഃഖിതഃ വിഷണ്ണഃ സഹ ലക്ഷ്മണഃ, ദുഃഖിതനും വിഷണ്ണനുമായ മുഖം വാടിയവനായ ലക്ഷ്മണൻ ദുഃഖഭാഗിനാ സുവിഷണ്ണേന രാമേണ അവിദൂരേ സമീയായ. അപ്പോ സ്വയം പലതും ചിന്തിച്ചുകൊണ്ട് വരുന്നവനായ വിഷണ്ണനായ ആ രാമനുമായി അടുത്തു വന്നെത്തി, രാമനെ സമീപിച്ചു. സഞ്ജഗർഹേദതം ഭ്രാതാ ദൃഷ്ട്വാ ലക്ഷ്മണമാഗതം വിഹായ സീതാം വിജനേ വനേ രാക്ഷസസേവിതേ. രാക്ഷസസേവിതേ വിജനേ വനേ സീതാം വിഹായാഗതം തം ലക്ഷ്മണം ഭ്രാതാ ദൃഷ്ട്വാ അത സഞ്ജഗർഹേ. അപ്പൊ രാക്ഷസന്മാർ നിറഞ്ഞിരിക്കുന്ന വിജനമായ വനത്തിൽ സീതയെ ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ അടുത്തേക്ക് വന്ന ലക്ഷ്മണനെ ആ സഹോദരനായ രാമൻ കണ്ടിട്ട് അത് സഞ്ജഗർഹേ, സമ്യക്കായി ഗർഹണം ചെയ്തു. എന്താ ഗർഹണം ചെയ്യുക? നിന്ദിക്കുക, ശാസിക്കുക, ചീത്ത പറയുക എന്നർത്ഥം. നീ എന്ത് പണിയായി കാണിച്ചത് എന്ന് ചോദിക്കില്ലേ? സീതയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത് എന്തിനാ എന്ന്. അപ്പോ ഗൃഹീത്വാച കരം സവ്യം ലക്ഷ്മണം രഘുനന്ദനഃ ഉവാച മധുരോദർക്കമിദം വചനമാർത്തവത്. രഘുനന്ദനഃ, ആ രാമൻ ലക്ഷ്മണം സവ്യം കരം ഗൃഹീത്വാ, ലക്ഷ്മണന്റെ ഇടത്തെ കൈയിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതം വചനം ആർത്തവത് മധുരോദർക്കം ഉവാച, ഈ വാക്കിനെ ഒരു ദുഃഖിതനായി കൊണ്ട് തന്നെ, എന്നാലും ലക്ഷ്മണനെ വേദനിപ്പിക്കാത്ത രീതിയിൽ മധുരമായിട്ട് തന്നെ പറയുകയാണ്. അഹോ ലക്ഷ്മണ ഗർഹ്യം തേ കൃതം യത്വം വിഹായതാം സീതാം ഇഹാഗത സൗമ്യ കച്ചിത് സ്വസ്തി ഭവേദിഹ. ഹേ സൗമ്യ ലക്ഷ്മണ, മോനെ ലക്ഷ്മണ, ത്വം താം സീതാം വിഹായ ഇഹാഗതഃ, നീ ആ സീതയെ ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. തേ കൃതം യത് ഗർഹ്യം, നിന്നാൽ ചെയ്യപ്പെട്ട ഈ കർമ്മം ഗർഹ്യമാണ്, നിന്ദ്യമാണ്, ഒട്ടും ശരിയായില്ല. അഹോ ഇഹ സ്വസ്തി ഭവേത് കച്ചിത്, നീ ഇവിടെ വരുന്നു ഞാൻ വിചാരിച്ചു പോലുമില്ല. അപ്പോൾ ഇനിയിപ്പോ അവൾക്ക് സ്വസ്തി ഉണ്ടാകുമോ ആവോ? അവൾക്ക് സുഖം തന്നെയായിരിക്കുമോ? ക്ഷേമമുണ്ടാകുമോ എന്തോ? നമേസ്തി സംശയോ വീര സർവധാ ജനകാത്മജാ വിനഷ്ടാ ഭക്ഷിതാ വാമി രാക്ഷസൈർവനചാരിഭിഃ അശുഭാന്യേവ ഭൂയിഷ്ടം യഥാ പ്രാദുർഭവന്തി മേ. അപ്പൊ മേ ഭൂയിഷ്ടം അശുഭാനിയേവ പ്രാദുർഭവന്തി, എനിക്ക് വർദ്ധിച്ചതായിട്ടുള്ള ദുശകുലങ്ങൾ, അശുഭങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാ വനചാരിഭിഃ രാക്ഷസൈഃ ജനകാത്മജാ വിനഷ്ടാ വാ ഭക്ഷിതാഭി, ഈ വനത്തിൽ സഞ്ചരിക്കുന്ന രാക്ഷസന്മാരാൽ സീത തട്ടിക്കൊണ്ടുപോവുകയോ ഭക്ഷിക്കപ്പെടുകയോ ചെയ്തു കാണും. സർവദാ മേ സംശയ നാസ്തി വീര, അല്ലയോ വീരനായ ലക്ഷ്മണ, എല്ലാ പ്രകാരത്തിലും എനിക്ക് ഈ വിഷയത്തിൽ സംശയമില്ല, സീത നഷ്ടപ്പെട്ടു കാണും. അപി ലക്ഷ്മണ സീതായാഹ സാമഗ്ര്യം പ്രാപ്നുയാവഹേ ജീവന്ത്യഃ പുരുഷവ്യാഗ്ര സുതായാ ജനകസ്യ വൈ. ഹേ പുരുഷവ്യാഗ്ര ലക്ഷ്മണ, അല്ലയോ പുരുഷോത്തമനായ ലക്ഷ്മണ, ജനകസ്യ സുതായാഹ സീതായാഹ ജീവന്ത്യഃ സാമഗ്ര്യം വൈ പ്രാപ്നുയാവഹേ അപി. ആ ജനകപുത്രിയായ സീതാദേവി ജീവിച്ചിരിക്കുന്നവളായിട്ട് സാമഗ്ര്യം, അവളെ എല്ലാം പൂർണ്ണതയോടും കൂടി
പ്രാപ്നുയാവഹേ അപ്പി നമ്മൾ പ്രാപിക്കുമോ ആവോ എന്ന് പറഞ്ഞാലോ സാമഗ്ര്യം എന്ന് പറഞ്ഞാൽ സമഗ്രഭാവം. സമഗ്രം എന്ന് പറഞ്ഞാലോ അഗ്രത്തോട് കൂടിയത്, പൂർണ്ണമായത് എന്നർത്ഥം. രണ്ടറ്റവും കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഓൾ ഇൻക്ലൂസീവ് എന്നാണ് സമഗ്രം എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ സീതയ്ക്ക് വല്ല അംഗവൈകല്യം ഭവിക്കാം, വല്ല ജന്തുക്കളൊക്കെ കടിച്ചു വലിക്കാം, രാക്ഷസന്മാരവളെ ഉപദ്രവിക്കാം, പല രീതിയിലും അവൾക്ക് നഷ്ടം സംഭവിക്കാം. അതുകൊണ്ട് ഇനി നമ്മൾ അവളെ മുഴുവനായിട്ട് കാണുമോ ആവോ? യഥാ വൈ മൃഗസംഗാശ്ച ഗോമായുശ്ചൈവ ഭൈരവം വാശ്യന്തേ ശകുനാശ്ചാപി പ്രദീപ്താം അഭിതോദിശം അപി സ്വസ്തി ഭവേത് തസ്യാ രാജപുത്ര്യാ മഹാബല മൃഗസംഗാഃ ഗോമായുഃ ച ശകുനാഃ പ്രദീപ്താം ദിശം അഭിതഃ അപി ഭൈരവമേവ വാശ്യന്തേ വൈ. മാനിന്റെ കൂട്ടങ്ങള്, അതുപോലെ കുറുനരികള്, മറ്റ് പക്ഷികള് എല്ലാം ആ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ദിക്കിലേക്ക് നോക്കി പരിതാപകരമായി ശബ്ദിക്കുന്നു. യഥാ മഹാബല രാജപുത്ര്യാഃ തസ്യാഃ സ്വസ്തി ഭവേദപി. രാജപുത്രിയായ അവൾക്ക് ആപത്തില്ലാതിരിക്കുമോ ആവോ? എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടാകുമോ? ഇതം ഹി രക്ഷോ മൃഗസന്നികാശം പ്രലോഭ്യമാം ദൂരമനുപ്രയാന്തം ഹതം കഥം ചിത് മഹദാശ്രമേണ സരാക്ഷസോ ഭൂത്മ്രിയമാണ ഏവ. ഇതം മൃഗസന്നികാശം രക്ഷഃ മാം ഹി ദൂരം അനുപ്രയാന്തം പ്രലോഭ്യ കഥഞ്ചിത് മഹദഃ ശ്രമേണ ഹതം. ഈ മാനായി കാണപ്പെട്ട രാക്ഷസൻ, മൃഗസന്നികാശം രക്ഷഃ, രാക്ഷസൻ എന്നെ വളരെ ദൂരത്തേക്ക് ഓടിച്ചു കൊണ്ടുവന്നു, പ്രലോഭിപ്പിച്ച് വഞ്ചിപ്പിച്ചു കൊണ്ടുവന്നു. അങ്ങനെ എങ്ങനെയോ പ്രയാസപ്പെട്ട് അവനെ ഞാൻ കൊന്നു. മഹദാ ശ്രമേണ ഹതം, വലിയ കഷ്ടത്തോടെ അവനെ കൊന്നു ഞാൻ. മ്രിയമാണഃ ഏവ സഹ രാക്ഷസ അഭൂത്, മരിച്ച സമയത്ത് അവൻ രാക്ഷസനായി ഭവിച്ചു. മനശ്ച മേ ദീനമിഹ പ്രഹൃഷ്ടം ചക്ഷുശ്ച സവ്യം കുരുതേ വികാരം അസംശയം ലക്ഷ്മണ നാസ്തി സീത ഹൃതാ മൃതാ വാ പഥി വർത്തതേ വാ. ഇഹ മേ മനഃ ദീനം അപ്രഹൃഷ്ടം. ഇപ്പോൾ എന്റെ മനസ്സ് വളരെ ദൈന്യഭാവത്തെ പ്രാപിക്കുന്നു, ഒരു സമാധാനവും സന്തോഷവും ഇല്ലാതിരിക്കുന്നു. സവ്യം ചക്ഷുഹു വികാരം കുരുതേ, എന്റെ ഇടത്തെ കണ്ണ് തുടിക്കുന്നു. പുരുഷന്മാരുടെ ഇടത്തെ കണ്ണ്, ഇടത്തെ തോള്, ഇടത്തെ തൊട ഒരു ദുർനിമിത്തമാണ് തുടിക്കുന്നത്. അപ്പൊ എന്റെ ഇടത്തെ കണ്ണ് തുടിക്കുന്നു. ലക്ഷ്മണ സീത അസ്തി ന അസംശയം, സീത അവിടെ ഉണ്ടാവില്ല, സംശയമേ ഇല്ല. മൃതാവാ ഹൃതാവാ പതിവർത്തദേവാ, അവൾ മരിക്കപ്പെട്ടുവോ, കൊല്ലപ്പെട്ടുവോ, അപഹരിക്കപ്പെട്ടുവോ, അതോ കഷ്ടാവസ്ഥയിൽ എവിടെയെങ്കിലും വഴിയിൽ നിൽക്കുന്നുണ്ടോ ആവോ? ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യാരണ്യകാണ്ഡേ സപ്തപഞ്ചാശത് സർഗഃ. ഇങ്ങനെ ദുർനിമിത്തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് 57-ാം സർഗം പൂർണ്ണം. ഇനി 58-ാം സർഗം. രാമനും ലക്ഷ്മണനും കൂടി പഞ്ചവടിയിലേക്ക് തിരിച്ചു വരികയാണ്. വരുന്ന വഴിക്ക് സീതയുടെ മാഹാത്മ്യങ്ങളെ കുറിച്ച് രാമൻ പറയുകയാണ്. അത് അഷ്ടപഞ്ചാശത് സർഗഃ. സ ദൃഷ്ട്വാ ലക്ഷ്മണം ദീനം ശൂന്യേ ദശരഥാത്മജഃ പര്യപൃച്ഛത ധർമാത്മാ വൈദേഹീം ആഗതം വിനാ. ധർമാത്മാ സഹ ദശരഥാത്മജഃ, ധർമാത്മാവായ ദശരഥപുത്രനായ രാമൻ ശൂന്യേ വൈദേഹീം വിനാ ദീനമാഗതം ലക്ഷ്മണം ദൃഷ്ട്വാ. ആ ഏകാന്തതത്തിൽ സീതയെ ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ വന്നിരിക്കുന്നവനായ ലക്ഷ്മണനെ നോക്കിക്കൊണ്ട് പര്യപൃച്ഛത, ഇങ്ങനെ പരിപ്രശ്നം ചെയ്തു, ചോദ്യം ചെയ്തു. പ്രസ്ഥിതം ദണ്ഡകാരണ്യം യാമാം അനുജഗാമഃ കാ ലക്ഷ്മണ വൈദേഹി യാം ഹിത്വാ ത്വമിഹാഗതഃ. ഹേ ലക്ഷ്മണ, ദണ്ഡകാരണ്യം പ്രസ്ഥിതം മാം യാ അനുജഗാമഃ. അല്ലയോ ലക്ഷ്മണ, ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെട്ടവനായ എന്റെ കൂടെ ഏതൊരുവൾ അനുഗമിച്ചുവോ, യാം ത്വം ഹിത്വാ ഇഹാഗതഃ, ഏതൊരുവളെ നീ ഇപ്പൊ ഉപേക്ഷിച്ചിട്ട് ഇവിടേക്ക് വന്നുവോ, സാ വൈദേഹി ക്വാ, ആ വൈദേഹി ഇപ്പോൾ എവിടെയാണോ?
രാജ്യഭ്രഷ്ടസ്യ ദീനസ്യ ദണ്ഡകാൻ പരിതാവതഃ ക്വ സാ ദുഃഖസഹായാമേ വൈദേഹി തനുമധ്യമാം. രാജ്യഭ്രഷ്ടസ്യ ദീനസ്യ ദണ്ഡകാൻ പരിതാവതഃ മേ. രാജ്യം നഷ്ടപ്പെട്ട് ഈ ദണ്ഡകവനത്തിൽ ദീനനായി വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ദുഃഖസഹായ, എന്റെ ഏത് ദുഃഖത്തിലും അവൾ എനിക്ക് താങ്ങായിരുന്നു, എനിക്ക് സഹായമായിരുന്നു, എന്നെ ആശ്വസിപ്പിക്കുന്നവളായിരുന്നു. തനുമധ്യമാ, നല്ല സുന്ദരിയായിരുന്നു. സാ വൈദേഹി ക്വാ, ആ വൈദേഹി എവിടെ? യാം വിനാ നോത്സഹേ വീര മുഹൂർത്തമപി ജീവിതം ക്വ സാ പ്രാണസഹായാമേ സീതാസുരസുതോപമാം. ഹേ വീര, യാം വിനാ മുഹൂർത്തമപി ജീവിതം ന ഉത്സഹേ. അല്ലയോ വീര, ഏതൊരുവളെ കൂടാതെ ഞാൻ അല്പനേരം പോലും ജീവിച്ചിരിക്കാൻ ശക്തനാവുകയില്ലയോ? സാമേ പ്രാണസഹായ, ആ എനിക്ക് പ്രാണസഹായായിരിക്കുന്നവൾ സുരസുതോപമാ, ദേവകന്യകയെ പോലെയുള്ളവളായിട്ടുള്ള സീതാക്വ, ആ സീത എവിടെ? പതിത്വം അമരാണാം വാ പൃഥിവ്യാശ്ചാഭിലക്ഷ്മണ താം വിനാ തപനീയാഭാം നേച്ഛേയം ജനകാത്മജാം. ഹേ ലക്ഷ്മണ, തപനീയാഭാം താം ജനകാത്മജാം വിനാ. ആ സ്വർണവർണ്ണ ഉള്ളവളായിട്ടുള്ള, തപനീയം എന്നാൽ സ്വർണം, അപ്പൊ സ്വർണവർണ്ണമുള്ളവളായിട്ടുള്ള ആ സീതയെ കൂടാതെ അമരാണാം വാ പൃഥിവ്യാം ച പതിത്വം അപി ന ഇച്ഛേയം. ദേവന്മാരുടെ പതിയായിട്ടോ ഭൂമിയുടെ രാജാവായിട്ടോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവളെ കൂടാതെ എനിക്ക് എന്ത് കിട്ടിയാലും സന്തോഷമാവുകയില്ല. കച്ചിത് ജീവതി വൈദേഹി പ്രാണൈ പ്രിയതരാ മമ കച്ചിത് പ്രവ്രാജനം സൗമ്യ നമേ മിഥ്യാ ഭവിഷ്യതി. ഹേ സൗമ്യ വത്സ, മമ പ്രാണൈഹി പ്രിയതരാ വൈദേഹി ജീവതി കച്ചിത്. എനിക്ക് പ്രാണനേക്കാൾ പ്രിയതരയായ വൈദേഹി ജീവിച്ചിരിക്കുന്നുവോ? മേ പ്രവ്രാജനം മിഥ്യാന ഭവിഷ്യതി കച്ചിത്. എന്റെ ഈ പ്രവ്രാജനം, വനവാസം, അത് ഫലമില്ലാത്തതായിട്ട് തീരാതിരിക്കുമോ? അപ്പോ അവളുണ്ടെങ്കിലേ എന്റെ വനവാസമെല്ലാം പ്രയോജനമുള്ളതായി ഭവിക്കുന്നുള്ളൂ. സീതാനിമിത്തം സൗമിത്രേ മൃതേ മൈഗതേ ത്വയി കച്ചിൽ സകാമാ സുഖിതാ കൈകേയീ സാ ഭവിഷ്യതി. ഹേ സൗമിത്രേ, സീതാനിമിത്തം മൈ മൃതേ. സീതയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവൾ കാരണമായിട്ട് ഞാൻ മരിക്കും. അങ്ങനെ ഞാൻ മരിച്ചിരിക്കുമ്പോൾ ത്വയി ഗതേ, നീ തിരിച്ചു ചെല്ലും, കൊട്ടാരത്തിലേക്ക് നീ മടങ്ങും. സാ കൈകേയി സകാമ സുഖിതാ ഭവിഷ്യതി കച്ചിത്. ആ കൈകേയി അമ്മ, അവള് ആഗ്രഹം സാധിച്ചവളായി സന്തുഷ്ടയായി ഭവിക്കുമോ എന്തോ? അങ്ങനെയെങ്കിലും കൈകേയിക്ക് സന്തോഷമാകുമോ എന്തോ? താം പുത്രരാജ്യ സിദ്ധാർത്ഥം മൃതപുത്ര തപസ്വിനി ഉപസ്ഥാസ്യതി കൗസല്യ കച്ചിൽ സൗമ്യ ന കേകയീം. ഹേ സൗമ്യ വത്സ, മൃതപുത്ര കൗസല്യ തപസ്വിനി. എന്റെ അമ്മ, ഞാൻ മരിച്ചു കഴിയുമ്പോൾ ആ തപസ്വിനിയായിട്ടുള്ള കൗസല്യ പുത്രരാജ്യ സിദ്ധാർത്ഥം താം കൈകേയീം ന ഉപസ്ഥാസ്യതി കച്ചിത്. പുത്രന് രാജ്യം ശാശ്വതമായി ലഭിച്ചവളായിട്ടുള്ള ആ കൈകേയിയെ ഉപാസിച്ചിരിക്കില്ല. എന്ന് പറഞ്ഞാലോ, കൈകേയി രാജമാതാവാകും അല്ലെ? ഭരതൻ രാജാവായാൽ, അപ്പൊ ഭരതൻ പെർമനന്റ് രാജാവും കൈകേയി പെർമനന്റ് രാജമാതാവുമായാൽ കൗസല്യക്ക് എന്താ അവിടെ സ്ഥാനം? കൗസല്യ രാജമാതാവിന്റെ ദാസിയെ പോലെ കഴിയേണ്ടി വരും. അത് അമ്മ സഹിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ അമ്മയും മരിക്കും. യതി ജീവതി വൈദേഹി ഗമിഷ്യാമി ആശ്രമം പുനഃ സുവൃത്തായതി വൃത്താ സാ പ്രാണാൻ ത്യക്ഷ്യാമി ലക്ഷ്മണ. ഹേ ലക്ഷ്മണ, വൈദേഹി ജീവതി യതി പുനഃ ആശ്രമം ഗമിഷ്യാമി. ആ വൈദേഹി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ ആശ്രമത്തിലേക്ക് മടങ്ങിച്ചെല്ലുകയുള്ളൂ. സുവൃത്താ സാ വൃത്തായതി പ്രാണാൻ ത്യക്ഷ്യാമി. സുവൃത്തയായ അവൾ, സുവൃത്ത എന്ന് പറഞ്ഞാൽ നല്ല ചാരിത്രത്തോടുകൂടി അവൾ, പതിവ്രതയായിരിക്കുന്നവൾ,
അവൾ മരിച്ചുപോയി. എന്നാൽ വൃത്ത എന്ന് പറഞ്ഞാൽ നിവൃത്ത, മടങ്ങിപ്പോയി, പരലോകത്തേക്ക് പോയി എങ്കിൽ പ്രാണാൻ ത്യക്ഷ്യാമി, ഞാൻ എന്റെ പ്രാണനെയും ത്യജിക്കും. യതിമാം ആശ്രമഗതം വൈദേഹി നാഭിഭാഷത്തെ പുനഃ പ്രഹസിതാ സീതാ വിനശിഷ്യാമി ലക്ഷ്മണ. ഹേ ലക്ഷ്മണ, സീതാ വൈദേഹി പുനഃ ആശ്രമഗതം മാം പ്രഹസിത നാഭിഭാഷത്തെ യതി വിനശിഷ്യാമി. ആ സീതാദേവി വൈദേഹി വീണ്ടും തിരിച്ച് ആശ്രമത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എന്നോട് മന്ദസ്മിതത്തോടെ സംഭാഷണം ചെയ്യാതിരിക്കുന്ന പക്ഷം ഞാൻ പ്രാണനെ വെടിയും. എന്ന് പറഞ്ഞാൽ അവൾ അവിടെ തന്നെ ജീവനോടെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടെങ്കിലല്ലേ തിരിച്ച് എന്നോട് വർത്തമാനം പറയുള്ളൂ. അങ്ങനെ അവൾ അവിടെ ചിരിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കാനില്ലെങ്കിൽ ഞാൻ എന്റെ ദേഹത്തെ ഉപേക്ഷിക്കും, എന്റെ പ്രാണനെ വെടിയും. ബ്രൂഹി ലക്ഷ്മണ വൈദേഹി യതി ജീവതി വാ നവാ ത്വയി പ്രമത്തേ രക്ഷോഭിർഭക്ഷിതാ വാ തപസ്വിനി. ഹേ ലക്ഷ്മണ, വൈദേഹി ജീവതി വാ നവാ. അല്ലയോ ലക്ഷ്മണ, ആ സീത ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ? യതി ത്വയി പ്രമത്തേ തപസ്വിനി രക്ഷോഭിഹി ഭക്ഷിതാ വാ ബ്രൂഹി. നീ അവിടെ എന്തെങ്കിലും നിനക്ക് അശ്രദ്ധ ഉണ്ടായപ്പോൾ രാക്ഷസന്മാർ വന്ന് സീതയെ ഭക്ഷിച്ചു കളഞ്ഞുവോ? അത് പറയാനാണോ നീ ഇവിടെ വ്യഗ്രതയോടെ വന്നിരിക്കുന്നത്? അപ്പൊ സീതയുടെ നാശവൃത്താന്തമാണോ എന്നെ അറിയിക്കാൻ നീ വന്നിരിക്കുന്നത്? ആ തപസ്വിനി നശിച്ചുപോയോ? സുകുമാരീ ച ബാലാ ച നിത്യം ച ദുഃഖദർശിനി മദ്വിയോഗേന വൈദേഹി വ്യക്തം ശോചതി ദുർമനാഹ. സുകുമാരി, അതിമൃദുവായിട്ടുള്ള ശരീരത്തോടു കൂടിയവളും ബാല, അധികം പ്രായമില്ലാത്ത യുവതിയുമായിരിക്കുന്ന അദുഃഖദർശിനി വൈദേഹി, ഇതുവരെ ക്ലേശങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ലാത്തവളായിട്ടുള്ള, എല്ലാവരാലും ലാളിക്കപ്പെട്ട് വളർത്തപ്പെട്ടവളായിട്ടുള്ള സീതാദേവി മദ്വിയോഗേന ദുർമനാഹ, എന്റെ വിയോഗം കൊണ്ട് ദുഃഖിച്ച മനസ്സോടുകൂടെ നിത്യം ശോചതി വ്യക്തം, അവൾ എപ്പോഴും ദുഃഖിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. സർവദാ രക്ഷസാതേന ജിഹ്മേന സുദുരാത്മന വദദാ ലക്ഷ്മണേത്യുച്ചൈഹി തവാപി ജനിതം ഭയം. സർവദാ സുദുരാത്മന രക്ഷസാ ജിഹ്മേന ലക്ഷ്മണ ഇതി ഉച്ചൈഹി വദദാ തേന തവാപി ഭയം ജനിതം. ആ മാരീചൻ കൊല്ലപ്പെട്ടതായിട്ടുള്ള സമയത്ത് രാമന്റെ ശബ്ദത്തിൽ ലക്ഷ്മണ എന്ന് വിളിച്ചില്ലേ? അതിനെക്കുറിച്ചാണ് ഇവിടെ. ആ എല്ലാ പ്രകാരത്തിലും ദുഷ്ടാത്മാവായ രാക്ഷസനായിട്ടുള്ള ആ മാരീചൻ ജിഹ്മേന, ജിഹ്മം എന്നാൽ വഞ്ചന, കാപട്യം. അപ്പൊ അവൻ കളവോട് കൂടിയിട്ട് ലക്ഷ്മണ എന്ന് ഉച്ചൈഹി വദദാ തേന, ഉച്ചത്തിൽ ശബ്ദിച്ചതായിട്ടുള്ള അവനാൽ തവാപി ഭയം ജനിതം, നിനക്കും ഭയമുണ്ടായി കാണും. നീ എനിക്ക് ആപത്ത് സംഭവിച്ചു എന്ന് വിചാരിച്ച് ഓടി വന്നതാണോ? ശ്രുതശ്ച ശംഖേ വൈദേഹ്യ സസ്വര സദൃശോ മമ ത്രസ്തയാ പ്രേഷിതസ്ത്വം ച ദ്രഷ്ടും മാം ശീഘ്രമാഗതഃ. മമ സദൃശഃ സഹസ്വരഃ വൈദേഹ്യാ ശ്രുതഃ. എനിക്ക് സമാനമായിട്ടുള്ള ആ ഒരു ശബ്ദം തീർച്ചയായിട്ടും വൈദേഹിയാലും കേൾക്കപ്പെട്ടിട്ടുണ്ടാവും. ത്രസ്തയാ, ഭയപ്പെട്ടവളായിട്ടുള്ള സീതയാൽ മാം ദ്രഷ്ടും പ്രേഷിതഃ ത്വം ശീഘ്രമാഗതഃ ശങ്കേ, എന്നെ ദർശിക്കാനായിക്കൊണ്ട് അവളാൽ നിർബന്ധിച്ച് അയക്കപ്പെട്ടവനായിട്ടാണോ നീ വേഗം എന്റെ അടുത്തേക്ക് വരുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. സർവദാ തു കൃതം കൃഷ്ടം സീതാമുത്സൃജതാവനെ പ്രതികർത്തും നൃശംസാനാം രക്ഷസാം ദത്തമന്തരം. വനേ ഉത്സൃജതാതു കൃതം നൃശംസാനാം രക്ഷസാം പ്രതികർത്തും അന്തരം ദത്തം സർവദാ കൃഷ്ടം. നീ വനത്തില് സീതയെ ഉപേക്ഷിച്ചിട്ടല്ലേ വന്നത്? ഈ ചെയ്യപ്പെട്ട നിന്റെ ഈ കൃതം, ഈ കർമ്മം നൃശംസാനാം രക്ഷസാം പ്രതികർത്തും അന്തരം ദത്തം, ആ ക്രൂരന്മാരായിട്ടുള്ള രാക്ഷസന്മാർക്ക് നമ്മളോട് പ്രതികാരം ചെയ്യാനുള്ള അവസരം കൊടുത്തു. നീയും കൂടി സീതയിൽ നിന്ന് അകന്നതോടുകൂടി കാത്തിരിക്കുന്ന രാക്ഷസന്മാർക്ക് അവളെ ആക്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. സർവദാ കൃഷ്ടം, തീർച്ചയായിട്ടും എല്ലാ പ്രകാരത്തിലും ആ രാക്ഷസന്മാർ അവളെ അപഹരിച്ചു കൊണ്ടുപോയി കാണും, അവൾ നഷ്ടപ്പെട്ടു കാണും.
ദുഃഖിതാ ഖരഘാതേന രാക്ഷസാ പിശിദാശന തൈ സീതാ നിഹതാ ഘോരൈഹി ഭവിഷ്യതി ന സംശയഃ. ആ പിശിദാശന രാക്ഷസാഹ, മാംസബുക്കുകളായ രാക്ഷസന്മാർ, ഖരഘാതേന ദുഃഖിതാഹ, നമ്മൾ ഖരനെ കൊന്നതുകൊണ്ട് ദുഃഖിതന്മാരാണ് അവര്. ഘോരൈഹി തൈഹി സീതാ നിഹതാ ഭവിഷ്യതി ന സംശയഃ. ദുഷ്ടന്മാരായിട്ടുള്ള ഭയങ്കരന്മാരായിട്ടുള്ള അവരാൽ സീത കൊല്ലപ്പെട്ടു, യാതൊരു സംശയവുമില്ല. അഹോസ്മി വ്യസനേ മഗ്നഃ സർവദാ ശത്രുസൂദന കിം നിദാനീം കരിഷ്യാമി ശങ്കേ പ്രാപ്തവ്യമീദൃശം. ശത്രുസൂദന, ലക്ഷ്മണനെ സംബോധന, അല്ലയോ ശത്രുക്കളെ നശിപ്പിക്കുന്നവനെ. അഹോ സർവദാ വ്യസനേ മഗ്നഃ അസ്മി, അയ്യോ കഷ്ടം, എല്ലാ പ്രകാരത്തിലും ഞാനിതാ വ്യസനത്തിൽ മുങ്ങിയവനായിരിക്കുന്നു. ഇതാനീം കിന്നു കരിഷ്യാമി, ഇപ്പൊ ഞാൻ എന്തു ചെയ്യണം. ഈദൃശം പ്രാപ്തവ്യം ശങ്കേ, ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു. ഇതായിരിക്കും നമ്മുടെ വിധി എന്ന് കരുതുന്നു. ഇതി സീതാം വരാരോഹാം ചിന്തയന്നേവ രാഘവഃ ആജഗാമ ജനസ്ഥാനം ത്വരയാ സഹ ലക്ഷ്മണഃ. രാഘവഃ വരാരോഹാം സീതാം ഇതി ചിന്തയന്നേവ, ആ രാമൻ സീതയെ കുറിച്ച് ഇപ്രകാരം ചിന്തിക്കുന്നവനായിക്കൊണ്ട് സഹ ലക്ഷ്മണഃ, ലക്ഷ്മണനോടുകൂടി ത്വരയാ, വളരെ വേഗത്തിൽ ജനസ്ഥാനം ആജഗാമ, അവർ വസിച്ചിരുന്ന ആശ്രമസ്ഥലത്തിലേക്ക്, ജനസ്ഥാനം എന്ന പഞ്ചവടിയിലേക്ക് വന്നു ചേർന്നു. വിഗർഹമാണോ അനുജമാർത്തരൂപം ക്ഷുതാശ്രമാചൈവ പിപാസയാച വിനിശ്വസൻ ശുഷ്കമുഖോ വിവർണഃ പ്രതിശ്രയം പ്രാപ്യ സമീക്ഷ ശൂന്യം സ്വമാശ്രമം സംപ്രതിഗാഹ്യ വീരോ വിഹാരദേശാൻ അനുസൃത്യ കാംശ്ചിത് ഏതത്തദിത്യേവ നിവാസഭൂമൗ പ്രഹൃഷ്ടരോമാ വ്യതിതോ ബഭൂവ. ആ വീരനായ രാമൻ ആർത്തരൂപം അനുജം വിഗർഹമാണഃ, വളരെ ദുഃഖിതനായ രൂപത്തോടുകൂടിയിരിക്കുന്ന അനുജനെ ഇങ്ങനെയൊക്കെ ശാസിക്കുന്നവനായി പരിഭവിക്കുന്നവനായി കൊണ്ട് ക്ഷുതാശ്രമാതുച പിപാസയായേവ വിനിശ്വസന്, ഭക്ഷണം കഴിക്കാത്തതിന്റെ വിശപ്പുണ്ട്, വെള്ളം കുടിക്കാത്തതിന്റെ ദാഹമുണ്ട്, എല്ലാം കൊണ്ടും ക്ഷീണമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാം കൊണ്ടും ദീർഘമായി ശ്വസിച്ചുകൊണ്ട് കിതയ്ക്കുന്നവനായിക്കൊണ്ട് നർത്തം. വിനിശ്വസൻ, ആ കിതച്ചുകൊണ്ട് രാമൻ പ്രതിശ്രയം പ്രാപ്യ, ആശ്രമത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് ശൂന്യം സമീക്ഷ്യ, ആശ്രമം ശൂന്യമായി കിടക്കുന്നത് കണ്ടിട്ട് ശുഷ്കമുഖഃ, വറ്റിയ മുഖത്തോടുകൂടിയവനായി, ഉണങ്ങിയ മുഖത്തോടുകൂടിയവനായി, വിവർണഃ, വാടി വളർത്തു, സ്വമാശ്രമം സംപ്രതിഗാഹ്യ, തന്റെ ആശ്രമത്തിലേക്ക് ഉള്ളിലേക്ക് വന്നെത്തി നോക്കിയിട്ട് പ്രതിഗാഹനം ചെയ്തിട്ട് കാംശ്ചിത് വിഹാരദേശാൻ നിവാസഭൂമൗ അനുസൃത്യ, ഉള്ളിൽ കാണാത്തത് കൊണ്ട് പുറത്തൊക്കെയുള്ളതായിട്ടുള്ള വിഹാരഭൂമികളിലൊക്കെ നിവാസസ്ഥാനങ്ങളിൽ എല്ലായിടത്തും അനുസൃത്യ, അനുസരിച്ചിട്ടെന്ന് വെച്ചാൽ ചുറ്റി സഞ്ചരിച്ചിട്ട് ഏതത്തദേവ, ഇതത് തന്നെ, ഏത് തന്നെ, സീതയ്ക്ക് നാശം സംഭവിച്ചത് തന്നെ. ഇതി പ്രഹൃഷ്ടരോമാ വ്യതിതഃ ബഭൂവ, ഇങ്ങനെ ദുഃഖം കൊണ്ടും ഭയം കൊണ്ടും വികാരവിവശനായി, വ്യതിതനായി, ദുഃഖിതനായി ആ രാമൻ വർത്തിച്ചു, അവിടെ ഭവിച്ചു. സീതയെ കാണാതെ എല്ലായിടത്തും തെരഞ്ഞിട്ടും സീത നഷ്ടപ്പെട്ടു, സീത രാക്ഷസന്മാരുടെ കയ്യിൽ അകപ്പെട്ടു, സീതയെ രാക്ഷസന്മാർ തട്ടിക്കൊണ്ടുപോയത് തന്നെ എന്ന് തീരുമാനിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യാരണ്യകാണ്ഡേ അഷ്ടപഞ്ചാശ സർഗഃ. ഇങ്ങനെ 58-ാം സർഗം. അപ്പൊ ഇതുവരെ ലക്ഷ്മണനെ ശങ്കയോടുകൂടി സൗമ്യമായിട്ടാണ് ഗ്രഹിച്ചതെങ്കിൽ ഇനി കുറച്ചുകൂടി കഠിനമായിട്ട് ഗ്രഹിക്കുന്ന ഭാഗമാണ്. ഞാനിവിടെ നിർത്തുകയാണെന്ന്. നാളെ തുടരാം. നാളെ ഇല്ല, മറ്റന്നാ തുടരാം.
ഇപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള വണ്ടി പിടിച്ച് പോകണം. ഇപ്പോൾ രാത്രി അമൃതയിലേക്ക് പോകണം. അതിനുവേണ്ടി നിർത്തുകയാണ്. 7 മണിയാണ് നമ്മുടെ സമയം. സമർപ്പിക്കുന്നു. ഓം പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതദ്ധി രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയസ്വാമിനേ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പൊ ഇന്ന് നാളെ മറ്റൊരു ആചാര്യൻ വരുന്നതായിരിക്കും. സംപൂജ്യ സ്വാമി പൂർണ്ണാനന്ദ തീർത്ഥപാദർ. അദ്ദേഹം മഞ്ഞപ്ര രാമകൃഷ്ണാശ്രമത്തിലെ ആചാര്യനാണ്, മഠാധിപതിയാണ്. അദ്ദേഹം 5 മുതൽ 7 വരെ നാളെ ഇവിടെ ഉണ്ടാവും. നിങ്ങളെല്ലാവരും വരിക, കൂടുതൽ ആളുകളെ കൂട്ടിയിട്ട് വരിക. എനിക്ക് ആളില്ലെങ്കിലും പറയാൻ ശീലമായി. ഇപ്പോൾ കുറച്ച് ആളുകളെ ഉള്ളെങ്കിലും അത് നല്ല ശീലമായി. എന്താ വെച്ചാൽ ഇവിടെ നേരിട്ടിരിക്കുന്നതിനേക്കാൾ ഓൺലൈനിൽ ആയിരക്കണക്കിന് ആളുകൾ റെഗുലറായിട്ട് ഇത് കേൾക്കുന്നുണ്ട്. ഇന്നലത്തേക്ക് 2000-ലധികം ആളുകൾ കേട്ട് കഴിഞ്ഞു. അപ്പം അതുപോലെ ഓൺലൈനിൽ കാണാനും കേൾക്കാനും ആൾക്കാരുണ്ട്. അതാണ് എൻ്റെ ഇൻസ്പിരേഷൻ. ഇവിടെ ആൾക്കാർ എണ്ണം കുറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. എന്നാൽ മറ്റേ സ്വാമിജി വരുമ്പോൾ അദ്ദേഹത്തിന് നേരിലുള്ള ആളുകളോടാണ് സംവദിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടാവട്ടെ. നാളെ വളരെ രസകരമായിട്ട് അദ്ദേഹം രാമായണത്തിലെ പല കാര്യങ്ങളും തത്വങ്ങളും ഒക്കെ പറഞ്ഞു തരും. അദ്ദേഹം ഈ ഭാഗമല്ല, ഈ വാൽമീകി രാമായണം സ്പർശിക്കില്ല. രാമായണത്തെ സംബന്ധിച്ച പ്രഭാഷണമായിരിക്കും. അപ്പോൾ ഓൺലൈൻ പ്രക്ഷേപണം ഉണ്ടാവില്ല. അത് നാളെ ആരും കാത്തിരിക്കണ്ട. അപ്പോൾ നാളെ എല്ലാവരും നേരത്തെ തന്നെ വന്ന് അദ്ദേഹത്തിൻ്റെ സത്സംഗത്തെ വിജയിപ്പിക്കുക. മറ്റന്നാൾ വൈകുന്നേരം ഞാനുണ്ടാവും, ഉറപ്പാണ്.
നാളെ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു വലിയ വിഷ്ണു സഹസ്രനാമ ജപയജ്ഞം അവിടെ അഖണ്ഡമായിട്ട് ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വർഷത്തിലൊരു 2 സമർപ്പണങ്ങളുണ്ട്. ആയിരക്കണക്കിന് 2000-3000 ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അത് കഴിഞ്ഞ 2 സമർപ്പണത്തിലും ഞാൻ തന്നെ പോയിട്ട് ലീഡ് ചെയ്തത്. ഇന്നും നാളെയും നമ്മൾക്കാണ് അതിൻ്റെ അനുഗ്രഹം കിട്ടിയിരിക്കുന്നത്. പത്മനാഭസ്വാമി നമ്മളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ചെല്ലുകയാണ്. നാളെ രാവിലെ 8:30 മുതൽ 10:30 വരെ അമ്പലത്തിൻ്റെ അകത്തിരുന്നു കൊണ്ടും പിന്നെ അതിനുശേഷം ഒരു പ്രാവശ്യം പുറത്ത് ഇരുന്നു കൊണ്ടും ഉള്ളൊരു പരിപാടിയാണ്. 4 പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം ഒന്നിച്ച് ഈ ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ച് ചൊല്ലി സമർപ്പിക്കുക. ദിവസവും അവിടെ 100 കണക്കിന് ആൾക്കാർ അഖണ്ഡമായിട്ട് 1.5 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2024 വിഷുവിന് തുടങ്ങിയതാണ്. അവിടുത്തെ തന്ത്രി തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടിൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ശ്രീ പത്മനാഭ ഭക്തമണ്ഡലി എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഭക്തജനങ്ങളൊക്കെ കൂടി മാറി മാറി ദിവസവും സ്ഥിരമായിട്ട് ചൊല്ലുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സമർപ്പണം നാളെ ശ്രാവണ പൗർണമിയാണ്. വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ആവണി അവിട്ടം, തിരുവോണ നക്ഷത്രം എല്ലാം ഉണ്ട്. അപ്പോൾ പോയിട്ട് വരാം. മറ്റന്നാൾ രാവിലെ എത്തും. ഇനി വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഹൈന്ദവരുടെ വളരെ ശോചനീയമായ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ? എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെക്കുറിച്ചൊന്നും വിശദമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ പല കാരണങ്ങളെ കൊണ്ടും ജാതി പറഞ്ഞും മറ്റു പല കാരണങ്ങളെ കൊണ്ടും വിഘടിപ്പിച്ച് ശിഥിലരാക്കി ഹിന്ദുക്കളെ എല്ലാ തരത്തിലും രാഷ്ട്രീയക്കാരാണെങ്കിലും മറ്റു മതസ്ഥരാണെങ്കിലും മുതലെടുത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മതപരിവർത്തനം ചെയ്യിപ്പിച്ചും മറ്റു പല രീതിയിൽ ഹിന്ദുക്കൾക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് കൂടുതൽ അവകാശങ്ങൾ കൊടുത്തുകൊണ്ടും അതുപോലെ ഹിന്ദുക്കളോ സ്വയം ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് സ്വയം മൂല്യങ്ങളൊന്നുമില്ലാതെ മദ്യപാനത്തിലും ലഹരികളിലും എല്ലാ തരത്തിലും നശിച്ചുകൊണ്ടിരിക്കുന്നു. സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റാരെയും കുറ്റം പറയാനില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ ഈ ഹിന്ദുക്കൾക്ക് ഒരു നവീകരണം ആവശ്യമാണ് എന്ന് കാലങ്ങളായി ചിന്തിക്കുന്നു പല മഹാത്മാക്കളും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് കേരളത്തിലെ സന്യാസിമാരെല്ലാവരും കൂടി ഉള്ളൊരു സഭയാണ് മാർഗദർശക മണ്ഡലം എന്ന്. ആ മാർഗദർശക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ മഠങ്ങളിലെയും സന്യാസിമാർ ഒത്തുകൂടിക്കൊണ്ട് ഒരു യാത്ര നടത്തുന്നുണ്ട് കേരളത്തിൽ. ഒക്ടോബർ 7 മുതൽ ഒക്ടോബർ 21 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 14 ജില്ലകളിൽ ഒരു ദിവസം ഒരു ജില്ലയിൽ വെച്ച്. അപ്പോൾ ഒക്ടോബർ 12 നമ്മുടെ പാലക്കാട് ജില്ലയിലേക്ക് വരുന്നുണ്ട് ആ യാത്ര. സന്യാസിമാർ മുഴുവനായിട്ടുള്ള യാത്ര. അത് വലിയൊരു സമ്മേളനമായിട്ട് കോട്ടമൈതാനത്ത് 10,000-കണക്കിന് ആളുകളെ നമ്മൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നിങ്ങളെല്ലാവരും പങ്കുചേരണം. നമ്മുടെ സനാതനധർമ്മത്തെ വീണ്ടും അതിൻ്റെ മൂല്യങ്ങളെല്ലാം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരാനായിക്കൊണ്ടൊരു നവീകരണ ഒരു പ്രക്രിയ, നവോത്ഥാന പ്രക്രിയ, കേരളം തനിമയിലേക്ക് എന്നുള്ള മുദ്രാവാക്യത്തോടുകൂടി നഷ്ടപ്പെട്ട പ്രതാപത്തെ, നഷ്ടപ്പെട്ട മൂല്യങ്ങളെ എല്ലാം നമുക്ക് വീണ്ടെടുക്കണം എന്നുള്ളൊരു സങ്കല്പത്തോടെ നമ്മുടെ സനാതനധർമ്മത്തെ കൂടുതൽ ആളുകളിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. യാത്രയ്ക്കല്ല പ്രാധാന്യം, യാത്രയ്ക്ക് മുന്നോടിയായും പിന്നീടും ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ധാർമ്മിക പ്രവർത്തനങ്ങളാണ്, സമാജത്തെ ഒത്തുകൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ്. അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഈ യാത്ര. നമ്മൾ ഒന്നാണ് എന്ന് ഹിന്ദുക്കൾ എല്ലാവർക്കും ഒരു ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ യാത്ര. അപ്പോൾ ആ യാത്ര പാലക്കാട് എത്തുമ്പോൾ നിങ്ങളെല്ലാവരും അതിൽ വന്ന് പങ്കുചേരണം എന്നിവിടെ കേൾക്കുന്നവരോടൊക്കെ പറയണം. ഓൺലൈൻ മാധ്യമത്തിലൂടെ കേൾക്കുന്നവർക്ക് അവരവരുടെ
അതാത് സ്ഥലങ്ങളിൽ ഓരോ ജില്ലയിലും ആ യാത്ര വരുമ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള സഹകരണം ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് ദിവസവും പറയേണ്ടതാണ് ഞാൻ, പക്ഷേ ഇടയ്ക്കെങ്കിലും ഒന്ന് പറയണം അല്ലേ. ഇന്ന് പറഞ്ഞു, ഇനി അവസാന ദിവസവും ഒന്ന് പറയാം, എല്ലാവരെയും ഓർമ്മിപ്പിക്കാനായിക്കൊണ്ട്. അപ്പം എല്ലാവരും അതിലേക്കൊരു എന്താ പറയുക, ഒരു ഉണർവുള്ളവരായി, അതിനോട് സഹകരിക്കുന്നവരായി, ആനുകൂല്യമുള്ളവരായി വർത്തിക്കുക എന്ന് ആവശ്യപ്പെടുകയാണ്, എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നിവിടെ നിർത്തുന്നു. പ്രസാദം കൊണ്ടുവരുന്നുണ്ടോ? പ്രസാദം കൊണ്ടുവന്നാൽ കൊടുത്തിട്ട് വേഗം ഇറങ്ങണം എനിക്ക്. ശരിയോ? സെറ്റ് ചെയ്തിട്ടില്ല. അത് മെസ്സേജിൻ്റെ 1 മണിക്ക്